ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്നത് സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക. നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ LDC 100 ഡേയ്സ് ചാലഞ്ചിന്റെ ഡേ 6 ആണെന്ന്. ഇവിടെ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് നമുക്കൊന്ന് നോക്കാം. അതുകൊണ്ട് സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക, ഇന്ന് LDCയുടെ 100 ഡേയ്സ് ചാലഞ്ച് ഡേ 6 ആണ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന് പഠിക്കാനുള്ളതെന്ന്. ആദ്യമായി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അഥവാ വിവര അവകാശ നിയമം 2005. ആദ്യമായി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താ സുഹൃത്തുക്കളെ? റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അഥവാ വിവരാവകാശ നിയമം 2005 ആണ് പഠിക്കാൻ പോകുന്നത്. LDC മുതൽ ഡിഗ്രി വരെയുള്ള ഏതൊരു എക്സാമിലും PSC സ്ഥിരമായിട്ട് ഒത്തിരി ചോദ്യങ്ങൾ ഈ ഭാഗത്ത് നിന്ന് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെ വിശദമായിട്ട് തന്നെ നമുക്ക് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അല്ലെങ്കിൽ വിവരാവകാശ നിയമം പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന്. എന്താണ് സുഹൃത്തുക്കളെ വിവരാവകാശ നിയമം അല്ലെങ്കിൽ റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിനെയും അതിന്റെ പ്രവർത്തനത്തെയും ചോദ്യം ചെയ്യാൻ സാധാരണ പൗരന്മാരെ പ്രാപ്തരാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിയമമാണ് വിവരാവകാശ നിയമം എന്ന് പറയുന്നത്. സർക്കാരിനെയും അതിന്റെ പ്രവർത്തനത്തെയും ചോദ്യം ചെയ്യാൻ സാധാരണ പൗരന്മാരെ പ്രാപ്തരാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിയമമാണ് വിവരാവകാശ നിയമം എന്ന് പറയുന്നത്. വിവരാവകാശ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം 2005 ജൂൺ മാസം 15-ാം തീയതി. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യനുമാണ്, പഠിച്ചോളെ. വിവരാവകാശ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം 2005 ജൂൺ മാസം 15-ാം തീയതി. വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12-ാം തീയതി. തമ്മിൽ തിരിഞ്ഞു പോവല്ലേ. വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005 ഒക്ടോബർ മാസം 12-ാം തീയതിയും വിവരാവകാശ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം ചോദിച്ചാൽ അത് 2005 ജൂൺ മാസം 15-ാം തീയതിയാണ്. ഈ 2 വർഷവും സുഹൃത്തുക്കൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ഇത്രയും നാൾ PSC വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം 2005 എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളായിരുന്നു. ഇപ്പൊ PSC കൃത്യമായിട്ടുള്ള ഡേറ്റ് കൂടി ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ വ്യക്തമായിട്ട് ഈ 2 പോയിന്റും പഠിക്കുക. വിവരാവകാശ നിയമം നിലവിൽ വന്നപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആയിരുന്നു. വിവരാവകാശ നിയമം നിലവിൽ വന്നപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? മൻമോഹൻ സിംഗ് ആയിരുന്നു. വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രസിഡന്റ് APJ അബ്ദുൽ കലാം ആണ്. വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച ഇന്ത്യയുടെ പ്രസിഡന്റ് ഡോക്ടർ APJ അബ്ദുൽ കലാം ആയിരുന്നു. പഠിക്കുക. ലോകത്തിലാദ്യമായി വിവരാവകാശ നിയമം പാസാക്കിയ രാജ്യം സ്വീഡനാണ്. ലോകത്തിൽ ആദ്യമായിട്ട് വിവരാവകാശ നിയമം പാസാക്കിയ രാജ്യം എന്ന് ചോദിച്ചാൽ അത് സ്വീഡനാണ്. നമ്മുടെ ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം എന്ന് ചോദിച്ചാൽ അത് വിവരാവകാശ നിയമമാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചോളണേ. നമ്മുടെ ജനാധിപത്യത്തിലെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വിവരാവകാശ നിയമമാണ്. വിവരാവകാശ നിയമം പാസാക്കിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാടാണ്. വർഷം 1997. വർഷം സഹിതം PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളതാണ്. വിവരാവകാശ നിയമം പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ അത് തമിഴ്നാടാണ്. വിവരാവകാശ നിയമം പാസാക്കിയ രണ്ടാമത്തെ സംസ്ഥാനം ഗോവയാണ്. വർഷം 1997 തന്നെയാണ്. പക്ഷേ മാസത്തില് വ്യത്യാസമുണ്ട്. വിവരാവകാശ നിയമം പാസാക്കിയ രണ്ടാമത്തെ സംസ്ഥാനം എന്ന് ചോദിച്ചാൽ അത് ഗോവയാണ്. ഗോവയും 1997 തന്നെയാണ് വിവരാവകാശ നിയമം പാസാക്കിയത്. വിവരാവകാശ നിയമം 2005 നിലവിൽ വരുന്നതിന് മുമ്പ് അത് നിലനിന്നിരുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം ചോദിച്ചാൽ 8 ആണ്. ഇത് പഠിച്ചോളണേ, ഇമ്പോർട്ടന്റ് ആണ്. വിവരാവകാശ നിയമം 2005 നിലവിൽ വരുന്നതിന് മുമ്പ് അത് നിലനിന്നിരുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ അത് 8 ആണ്. ആ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. തമിഴ്നാടും ഗോവയും നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി കർണാടകം 2000-ലാണ് കർണാടകത്തിൽ വിവരാവകാശ നിയമം വന്നത്. രാജസ്ഥാനിലും അതേ വർഷം തന്നെ 2000-ലെ വിവരാവകാശ നിയമം വന്നു. ആസാമിൽ 2002 വിവരാവകാശ നിയമം വന്നു. മഹാരാഷ്ട്രയിലും 2002 തന്നെയാണ് വിവരാവകാശ നിയമം നിലവിൽ വന്നത്. അതുപോലെ തന്നെ മധ്യപ്രദേശിലും വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2003-ലാണ്. മധ്യപ്രദേശിലെ വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2003-ലാണ്. ജമ്മു കാശ്മീരിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2004-ലാണ്. ജമ്മു കാശ്മീരിലെ വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2004-ലാണ്. ഇവിടെ സുഹൃത്തുക്കൾക്ക് ഒരു കൺഫ്യൂഷൻ വന്നേക്കാം. ജമ്മു കാശ്മീർ സംസ്ഥാനങ്ങളുടെ എണ്ണത്തിൽ എങ്ങനെ പെടുമെന്നുള്ളത്.
അക്കാലത്ത്, അതായത് ഈ വിവരാവകാശ നിയമം നിലവിൽ വരുന്ന സമയത്തും അതിനു മുമ്പും ജമ്മു കാശ്മീർ എന്ന് പറയുന്നത് ഒരു സംസ്ഥാനമായി തന്നെയാണ് കണക്കാക്കിയിരുന്നത്. ഇപ്പോഴാണ് അത് കേന്ദ്രഭരണ പ്രദേശമായത്. അപ്പോൾ വിവരാവകാശ നിയമം 2005 നിലവിൽ വരുന്നതിന് മുമ്പ് അത് നിലനിന്നിരുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം ചോദിച്ചാൽ 8 അങ്ങ് പഠിക്കുക. വിവരാവകാശ നിയമം നിലവിലുണ്ടായിരുന്ന ഏക കേന്ദ്രഭരണ പ്രദേശം ഡൽഹി ആയിരുന്നു. ഡൽഹിയിൽ 2001 തന്നെ വിവരാവകാശ നിയമം നിലവിൽ വന്നു. വിവരാവകാശ നിയമം നിലവിലുണ്ടായിരുന്ന കേന്ദ്രഭരണ പ്രദേശം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡൽഹി ആയിരുന്നു. 2001 തന്നെ എന്ത് ചെയ്തു? ഡൽഹിയിൽ വിവരാവകാശ നിയമം വന്നിരുന്നു. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ലോകത്തിൽ ആദ്യമായി വിവരാവകാശ നിയമം പാസാക്കിയ രാജ്യം ചോദിച്ചാൽ അത് സ്വീഡനാണ്. നമ്മുടെ ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം എന്ന് ചോദിച്ചാൽ അത് വിവരാവകാശ നിയമമാണ്. വിവരാവകാശ നിയമം പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാടാണ്. വിവരാവകാശ നിയമം പാസാക്കിയ രണ്ടാമത്തെ ഇന്ത്യൻ സംസ്ഥാനം ഗോവയാണ്. 1997 ഈ രണ്ട് സംസ്ഥാനങ്ങളും വിവരാവകാശ നിയമം നിലവിൽ വന്നത്. വിവരാവകാശ നിയമം 2005 നിലവിൽ വരുന്നതിന് മുമ്പ് അത് നിലനിന്നിരുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം ചോദിച്ചാൽ 8. ആ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം സുഹൃത്തുക്കളെ. തമിഴ്നാട്, ഗോവ 1997 വന്നു. കർണാടകയിലും രാജസ്ഥാനിലും വിവരാവകാശ നിയമം 2000 നിലവിൽ വന്നു. ആസാമിലും മഹാരാഷ്ട്രയിലും 2002 വിവരാവകാശ നിയമം നിലവിൽ വന്നു. മധ്യപ്രദേശില് 2003 വിവരാവകാശ നിയമം നിലവിൽ വന്നു. ജമ്മു കാശ്മീരിൽ 2004 വിവരാവകാശ നിയമം നിലവിൽ വന്നു. അങ്ങനെ 8 സംസ്ഥാനങ്ങൾ വിവരാവകാശ നിയമം 2005 വരുന്നതിന് മുമ്പ് തന്നെ ഈ നിയമം നിലവിൽ വന്നിരുന്നു. വിവരാവകാശ നിയമം നിലവിലുണ്ടായിരുന്ന കേന്ദ്രഭരണ പ്രദേശം ചോദിച്ചാൽ അത് ഡൽഹിയാണ്. ഡൽഹിയില് 2001 വിവരാവകാശ നിയമം നിലവിൽ വന്നത്. പഠിക്കുക. വിവരാവകാശ നിയമങ്ങളുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002 പഠിച്ചോളണേ. PSC +2 ലെവൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. വിവരാവകാശ നിയമങ്ങളുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19 ക്ലോസ് 1 പ്രകാരം, ഒന്നുകൂടി പറയാം, ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19 ക്ലോസ് 1 പ്രകാരം, ആർട്ടിക്കിൾ 19 ക്ലോസ് 1 എന്താ സുഹൃത്തുക്കളെ? അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. എന്തുവാണ് സുഹൃത്തുക്കളെ? അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. ഇത് പ്രകാരം വിവരാവകാശം മൗലിക അവകാശമായി കണക്കാക്കുന്നു. പഠിച്ചോളണേ. PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുണ്ടേ. ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 19 ക്ലോസ് 1 എന്ന് പറയുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. ഈ അഭിപ്രായ സ്വാതന്ത്ര്യ പ്രകാരം വിവരാവകാശം എന്ന് പറയുന്നത് മൗലിക അവകാശമാണ്. വിവരാവകാശം മൗലിക അവകാശമാണെന്ന് സുപ്രീം കോടതി വിധിച്ച കേസാണ് 1976 രാജ് നരേൻ ബൈ സ്റ്റേറ്റ് ഓഫ് ഉത്തർപ്രദേശ് എന്നുള്ള കേസ്. അധികം സുഹൃത്തുക്കൾ കേട്ട് കാണില്ല, എന്നാലും പഠിക്കുക. വിവരാവകാശം മൗലിക അവകാശമാണ് എന്ന് സുപ്രീം കോടതി വിധിച്ച കേസ് എന്ന് ചോദിച്ചാല് 1976 രാജ് നരേൻ ബൈ സ്റ്റേറ്റ് ഓഫ് ഉത്തർപ്രദേശ് എന്നുള്ള കേസാണ്. ഇന്ത്യൻ ജനാധിപത്യത്തിലെ യജമാനന്മാർ ജനങ്ങളാണെന്നും സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ അവർക്ക് വിലയിരുത്തുവാൻ അവകാശമുണ്ട് എന്നും സുപ്രീം കോടതി എന്ന് കൂട്ടിച്ചേർത്തു. ഈ പോയിന്റ് ഒന്ന് പഠിച്ചോളേ. ഇന്ത്യൻ ജനാധിപത്യത്തിലെ യജമാന്മാർ എന്ന് പറയുന്നത് ജനങ്ങൾ തന്നെയാണെന്നും സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ അവർക്ക് വിലയിരുത്തുവാൻ അവകാശമുണ്ട് എന്നും അന്ന് ആ കേസിൽ എന്ത് ചെയ്തു? സുപ്രീം കോടതി കൂട്ടിച്ചേർത്തു. വിവരാവകാശ നിയമം പാർലമെന്റ് പാസാക്കാൻ കാരണമായ ഒരു സംഘടനയുണ്ട്. ഇതാണ് PSC സ്ഥിരം ചോദിക്കുന്നത്. മസ്ദൂർ കിസാൻ ശക്തി സംഘാതൻ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചോളണേ. വിവരാവകാശ നിയമം പാർലമെന്റ് പാസാക്കാൻ കാരണമായ സംഘടന ഏതെന്ന് ചോദിച്ചാൽ അത് മസ്ദൂർ കിസാൻ ശക്തി സംഘാതൻ എന്ന് പറയുന്ന സംഘടനയാണ്. മസ്ദൂർ കിസാൻ ശക്തി സംഘാതൻ ആരംഭിക്കുന്നതിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് അരുണ റോയി. ഇതും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. മസ്ദൂർ കിസാൻ ശക്തി സംഘാതൻ ആരംഭിക്കുന്നതിന് നേതൃത്വം നൽകിയ വ്യക്തിത്വമാരെന്ന് ചോദിച്ചാൽ അത് അരുണ റോയി ആണ്. മസ്ദൂർ കിസാൻ ശക്തി സംഘാതൻ സ്ഥാപിക്കപ്പെട്ട സംസ്ഥാനം രാജസ്ഥാനാണ്. മസ്ദൂർ കിസാൻ ശക്തി സംഘാതൻ സ്ഥാപിക്കപ്പെട്ട സംസ്ഥാനം ഏതാ സുഹൃത്തുക്കളെ? രാജസ്ഥാനാണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഒത്തിരി ഉണ്ട് ഇതിനകത്ത്. വിവരാവകാശ നിയമങ്ങളുടെ മുൻഗാമി എന്ന് പറയുന്നത് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002.
ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19 ക്ലോസ് 1 പ്രകാരം ഈ ആർട്ടിക്കിൾ 19 ക്ലോസ് 1 എന്താ സുഹൃത്തുക്കളെ? അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. ഇത് പ്രകാരം വിവരാവകാശം എന്ന് പറയുന്നത് മൗലിക അവകാശത്തിൽ പെടുന്നതാണ്. വിവരാവകാശം മൗലിക അവകാശമാണെന്ന് സുപ്രീം കോടതി വിധിച്ച കേസ് എന്ന് ചോദിച്ചാല് 1976 രാജ് നരേൻ വൈ സ്റ്റേറ്റ് ഓഫ് ഉത്തർപ്രദേശ് എന്നുള്ള കേസാണ്. ഇന്ത്യൻ ജനാധിപത്യത്തിലെ യജമാന്മാർ ജനങ്ങളാണെന്നും സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ അവർക്ക് വിലയിരുത്തുവാൻ അവകാശമുണ്ട് എന്നും സുപ്രീം കോടതി ഇതിനോടുകൂടി കൂട്ടിച്ചേർത്തു, അല്ലെങ്കിൽ ഈ കേസിനോടൊപ്പം കൂട്ടിച്ചേർത്തു. വിവരാവകാശ നിയമം പാർലമെന്റിൽ പാസാക്കാൻ കാരണമായ സംഘടന ചോദിച്ചാൽ മസ്ദൂർ കിസാൻ ശക്തി സംഘാതനാണ്. മസ്ദൂർ കിസാൻ ശക്തി സംഘാതൻ ആരംഭിക്കുന്നതിന് നേതൃത്വം നൽകിയ വ്യക്തി അരുണ റോയി ആണ്. മസ്ദൂർ കിസാൻ ശക്തി സംഘാതൻ സ്ഥാപിക്കപ്പെട്ട സംസ്ഥാനം രാജസ്ഥാനാണ്. പഠിക്കുക. വിവരാവകാശ നിയമത്തിലെ അധ്യായങ്ങളുടെ എണ്ണം 6 വിവരാവകാശ നിയമത്തിലെ അധ്യായങ്ങളുടെ എണ്ണം എത്രയാ സുഹൃത്തുക്കളെ? 6 വിവരാവകാശ നിയമത്തിലെ വകുപ്പുകളുടെ എണ്ണം 31 പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പഠിക്കുക. വിവരാവകാശ നിയമത്തിലെ വകുപ്പുകളുടെ എണ്ണം ചോദിച്ചാൽ 31. വിവരാവകാശ നിയമത്തിലെ ഷെഡ്യൂൾഡുകളുടെ എണ്ണം 2 വിവരാവകാശ നിയമത്തിലെ ഷെഡ്യൂൾഡുകളുടെ എണ്ണമാണെങ്കിൽ അത് 2. ഇത് 3 ഇമ്പോർട്ടന്റ് ആണ് സുഹൃത്തുക്കൾ. പഠിക്കുക. വിവരാവകാശ നിയമത്തിലെ അധ്യായങ്ങളുടെ എണ്ണം 6. വിവരാവകാശ നിയമത്തിലെ വകുപ്പുകളുടെ എണ്ണമാണെങ്കിൽ 31. വിവരാവകാശ നിയമത്തിലെ ഷെഡ്യൂൾഡുകളുടെ എണ്ണം ചോദിച്ചാൽ അത് 2. വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് ആർക്കാണ് അപേക്ഷ നൽകേണ്ടതെന്ന് ചോദിച്ചാൽ ഒന്നുകിൽ നമുക്ക് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് നൽകാം, അല്ലെന്നുണ്ടെങ്കിൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് നൽകാം. ഇങ്ങനെ 2 പ്രധാനപ്പെട്ട വ്യക്തികൾക്ക് മാത്രമേ നമുക്ക് വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് അപേക്ഷ നൽകുവാൻ കഴിയുള്ളൂ. ഒന്നുകൂടി പറയാം. വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് ആർക്കാണ് അപേക്ഷ നൽകേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ നമുക്ക് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അഥവാ PIO എന്ന് നമുക്ക് പറയാം, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് കൊടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അഥവാ APIOക്ക് കൊടുക്കാം. ഇങ്ങനെ 2 പേർക്ക് മാത്രമേ നമുക്ക് വിവരാവകാശം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അപേക്ഷ നൽകുവാൻ കഴിയുള്ളൂ. പഠിക്കുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിന്റെ ഉത്തരവാദിത്തങ്ങളാണ്. ഇങ്ങനെയുള്ള പോയിന്റ്സ് നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. LDC മുതൽ ഡിഗ്രി വരെയുള്ള ഏതൊരു എക്സാമിനും ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചിരിക്കുക. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിന്റെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. വിവരങ്ങൾ അപേക്ഷകന് നൽകേണ്ടത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആണ്. ഫസ്റ്റ് പോയിന്റ്, നമ്മളൊരു അപേക്ഷ അല്ലെങ്കിൽ നമ്മളൊരു വിവരാവകാശം നൽകിക്കഴിഞ്ഞാൽ അതിന് റിപ്ലൈ തരേണ്ടത് ആരാണ്? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആണ്. വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷകർക്ക് തീർപ്പ് കൽപ്പിക്കുന്നതിന്റെ പൂർണ്ണ അധികാരം പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് മാത്രമായിരിക്കും. വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷകർക്ക് തീർപ്പ് കൽപ്പിക്കുന്നതിന്റെ പൂർണ്ണ അധികാരം ആരുടെ കയ്യിലാണ്? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിന്റെ കൈകളിലാണ്. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ പേരിലും ഒപ്പോടുകൂടിയും മാത്രമേ കത്തിടപാടുകൾ നടത്തുവാൻ പാടുള്ളൂ. അതും ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ പേരിലും ഒപ്പോടുകൂടിയും മാത്രമേ കത്തിടപാടുകൾ നടത്തുവാൻ പാടുള്ളൂ. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ തീരുമാനത്തിൽ ഇടപെടാൻ മറ്റു സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അനുവാദമില്ല. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. പഠിക്കുക. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ തീരുമാനത്തിൽ ഇടപെടാൻ മറ്റു ഒരു സർക്കാർ ഉദ്യോഗസ്ഥർക്കും അനുവാദമില്ല. അപേക്ഷകൾ തീർപ്പാക്കുന്നതിന് വേണ്ടി മറ്റു സർക്കാർ ഉദ്യോഗസ്ഥരുടെ സഹായം തേടുന്നതിന് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിന് അധികാരമുണ്ട്. ഇതാണ് ഇമ്പോർട്ടന്റ് പോയിന്റ്. അപേക്ഷകൾ തീർപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റു സർക്കാർ ഉദ്യോഗസ്ഥരുടെ സഹായം തേടുന്നതിന് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് അധികാരമുണ്ട്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിന്റെ ഉത്തരവാദിത്തങ്ങളാണ് നമ്മൾ താഴെ പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. വിവരങ്ങൾ അപേക്ഷകന് നൽകേണ്ടത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആണ്. വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷകൾക്ക് തീർപ്പ് കൽപ്പിക്കുന്നതിന്റെ പൂർണ്ണ അധികാരം ആരുടെ കയ്യിലാണ്? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിന്റെ കയ്യിലാണ്. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ പേരിലും ഒപ്പോടുകൂടിയും മാത്രമേ കത്തിടപാടുകൾ നടത്തുവാൻ പാടുള്ളൂ.
പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ തീരുമാനത്തിൽ ഇടപെടാൻ മറ്റ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥർക്കും അനുവാദമില്ല. അപേക്ഷകൾ തീർപ്പാക്കുന്നതിന് വേണ്ടി മറ്റു സർക്കാർ ഉദ്യോഗസ്ഥരുടെ സഹായം തേടുന്നതിന് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിന് അധികാരമുണ്ട്. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ സഹായം തേടിയാൽ അത് നിരസിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ ശിക്ഷ നടപ്പിലാക്കുവാൻ വിവരാവകാശ കമ്മീഷൻ അധികാരമുണ്ട്. ഈ പോയിന്റ് പഠിച്ചോളണേ. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെ ഒരു സഹായം ഒരു സർക്കാർ ഉദ്യോഗസ്ഥനോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഉദ്യോഗസ്ഥന് അത് നിരസിക്കാൻ കഴിയില്ല. അങ്ങനെ നിരസിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സർക്കാർ ഉദ്യോഗസ്ഥനെതിരെ ശിക്ഷ നടപ്പിലാക്കുവാൻ വിവരാവകാശ കമ്മീഷന് അധികാരമുണ്ട്. അപേക്ഷയും അപ്പീലുകളും സ്വീകരിക്കുക എന്ന ചുമതല മാത്രമേ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ കമ്മീഷൻ ഓഫീസർക്കുള്ളൂ. അത് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അപേക്ഷകളും അപ്പീലുകളും സ്വീകരിക്കുക എന്ന ചുമതല മാത്രമേ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കുള്ളൂ. പഠിക്കുക. അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ലഭിക്കുന്ന അപേക്ഷകളും അപ്പീലുകളും പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിന് കൈമാറേണ്ടതാണ്. അല്ലാതെ പുള്ളിക്കാരൻ ഡയറക്റ്റ് അതിന്റെ മേൽ ആക്ഷൻ എടുക്കാനുള്ള അധികാരമില്ല. അതുകൊണ്ട് പഠിക്കുക. അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിന്റെ കയ്യിൽ ലഭിക്കുന്ന അപേക്ഷകള് അപ്പീലുകൾ എന്ത് ചെയ്യുക? നേരെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിന് കൈമാറുക മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. ആർക്കാണ്? അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിന്. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിച്ച വ്യക്തിക്ക് വിവരം നൽകുന്നതിനുള്ള അധികാരം അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിന് ഇല്ല. അത് ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ പഠിക്കുക. ഒത്തിരി പേർക്ക് തെറ്റുന്ന പോയിന്റ് ആണ്. പഠിക്കുക. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിച്ച വ്യക്തിക്ക് വിവരം നൽകുവാനുള്ള അധികാരം അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കില്ല. അതിനുള്ള അധികാരം ആർക്ക് മാത്രമേ ഉള്ളൂ സുഹൃത്തുക്കളെ? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് മാത്രമേ ഉള്ളൂ. അസിസ്റ്റന്റിന് അധികാരമില്ല. അപ്പോൾ ഒന്നുകൂടി പറഞ്ഞു തരാം, ശ്രദ്ധിക്കുക. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ സഹായം തേടിയാൽ അത് നിരസിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥനെതിരെ ശിക്ഷ നടപ്പിലാക്കാനുള്ള അവകാശം വിവരാവകാശ കമ്മീഷനുണ്ട്. അത് ഒന്നാമത്തെ പോയിന്റ്. അപേക്ഷയും അപ്പീലുകളും സ്വീകരിക്കുക എന്ന ചുമതല മാത്രമേ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കുള്ളൂ. അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ലഭിക്കുന്ന അപേക്ഷകളും അപ്പീലുകളും ആർക്ക് നൽകണം? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിന് കൈമാറേണ്ടതാണ്. അല്ലാതെ അതിനകത്ത് തീരുമാനമെടുക്കാൻ ആർക്ക് അധികാരമില്ല? അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിന് അധികാരമില്ല. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിച്ച വ്യക്തിക്ക് വിവരം നൽകുവാനുള്ള അധികാരം അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിനില്ല. അത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിന് മാത്രമേ ഉള്ളൂ. പഠിക്കുക. അടുത്തതാണ് വിവരാവകാശ നിയമം സമർപ്പിക്കേണ്ട രീതി എന്ന് പറയുന്നത്. വിവരാവകാശ നിയമം എങ്ങനെയാണ് സമർപ്പിക്കേണ്ടത് എന്നുള്ള രീതിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വിവരങ്ങൾ ലഭിക്കുന്നതിന് 10 രൂപയുടെ ഫീസോട് കൂടിയ അപേക്ഷ സമർപ്പിക്കേണ്ടതുണ്ട്. വിവരങ്ങൾ ലഭിക്കുന്നതിന് 10 രൂപയുടെ ഫീസോട് കൂടിയ അപേക്ഷ സമർപ്പിക്കേണ്ടതുണ്ട്. PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞത്. PSC ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാല് വിവരാവകാശ നിയമം ലഭിക്കുന്നതിന് വേണ്ടി അപേക്ഷയ്ക്ക് നൽകേണ്ട ഫീസ് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അല്ലെങ്കിൽ തുക എത്രയെന്നാണ് ചോദിക്കുന്നത്. 10 രൂപയാണ്. എത്രയാ സുഹൃത്തുക്കളെ? 10 രൂപയാണ്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള വ്യക്തികൾക്ക് അത് തെളിയിക്കുന്ന രേഖകൾ സമർപ്പിച്ചാൽ ഈ ഫീസ് അടയ്ക്കേണ്ട കാര്യമില്ല. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള വ്യക്തികൾക്ക് അത് തെളിയിക്കുന്ന രേഖകൾ സമർപ്പിച്ചാൽ ഈ ഫീസ് അടയ്ക്കേണ്ട കാര്യമില്ല. ശ്രദ്ധിക്കണേ സുഹൃത്തുക്കളെ. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള വ്യക്തികൾക്ക് അത് തെളിയിക്കുന്ന രേഖകൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഈ ഫീസ് അടയ്ക്കേണ്ട കാര്യമില്ല. ഇംഗ്ലീഷ്, ഹിന്ദി, പ്രാദേശിക ഔദ്യോഗിക ഭാഷകളിൽ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇംഗ്ലീഷിൽ വേണമെങ്കിൽ സമർപ്പിക്കാം, ഹിന്ദിയിൽ സമർപ്പിക്കാം, ഇല്ലെങ്കിൽ നമ്മുടെ പ്രാദേശിക ഭാഷകൾ ഏതിൽ വേണമെങ്കിലും സമർപ്പിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഔദ്യോഗിക ഭാഷകൾ ഏതിൽ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? വിവരാവകാശ നിയമത്തിന് വേണ്ട അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. പഠിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഒന്നുകൂടി പറയാം. ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ഇനി നമ്മുടെ പ്രദേശത്തുള്ള നമ്മുടെ പ്രാദേശിക ഭാഷയിലോ ഇല്ലെങ്കിൽ നമ്മുടെ ഔദ്യോഗിക ഭാഷകളിൽ ഏതിൽ വേണമെങ്കിലും നമുക്ക് വിവരാവകാശ നിയമത്തിന്റെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഒരു സ്ഥാപനത്തിന്റെ പേരിൽ അപേക്ഷ നൽകുവാൻ കഴിയില്ല. പഠിച്ചോളനെ, ഇമ്പോർട്ടന്റ് ആണ്. വിവരാവകാശ നിയമം ഒരു സ്ഥാപനത്തിന്റെ പേരിൽ അപേക്ഷ നൽകുവാൻ കഴിയില്ല. ഒരു വ്യക്തിക്ക് മാത്രമേ വിവരാവകാശ നിയമത്തിന് അപേക്ഷ നൽകുവാൻ കഴിയുള്ളൂ. അതായത് നമുക്കൊരു സ്ഥാപനമുണ്ട്, ആ സ്ഥാപനത്തിന്റെ പേരും കൊടുത്തിട്ട് നമുക്ക് വിവരാവകാശം വേണമെന്ന് പറഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ അവർ ഓടിക്കും കേട്ടോ. അപ്പോ ഒരു സ്ഥാപനത്തിന്റെ പേരിൽ അപേക്ഷ നൽകുവാൻ കഴിയില്ല. സെക്രട്ടറി, പ്രസിഡന്റ് എന്നീ പദവി നാമധേയങ്ങൾ ഉപയോഗിച്ച് അപേക്ഷ സമർപ്പിക്കുവാൻ കഴിയില്ല. സെക്രട്ടറി, പ്രസിഡന്റ് എന്നീ പദവി നാമധേയങ്ങൾ ഉപയോഗിച്ച് അപേക്ഷ സമർപ്പിക്കുവാൻ കഴിയില്ല. അതായത്
നമ്മള് വിവരാവകാശ നിയമത്തിന്റെ അപേക്ഷ എഴുതി തീർത്തിട്ട് ഏറ്റവും അവസാനം ഏതെങ്കിലും ഒന്നിന്റെ സെക്രട്ടറി എന്നോ പ്രസിഡന്റ് എന്നോ പറഞ്ഞ് എഴുതി വെച്ചിട്ട് കാര്യമില്ല. വ്യക്തമായിട്ട് നമ്മുടെ പേര് അതുപോലെ തന്നെ സിഗ്നേച്ചറും ഇട്ട് കൊടുത്താൽ മാത്രമേ എന്ത് ലഭിക്കുള്ളൂ, നമ്മുടെ വിവരാവകാശ അപേക്ഷ സ്വീകരിക്കുള്ളൂ. പഠിക്കുക. വിവരം എന്ത് ആവശ്യത്തിനാണ് എന്ന് അപേക്ഷകനോട് ചോദിക്കുവാൻ വിവരാവകാശ കമ്മീഷന് അവകാശമില്ല. പഠിക്കുക. വിവരം എന്ത് ആവശ്യത്തിനാണ് എന്ന് അപേക്ഷകനോട് ചോദിക്കുവാൻ വിവരാവകാശ കമ്മീഷന് പോലും അവകാശമില്ല. പഠിക്കുക. ഒന്നുകൂടി പറയാ, ഇമ്പോർട്ടന്റ് ആണ്. വിവരം എന്ത് ആവശ്യത്തിനാണ് അപേക്ഷകൻ ഉപയോഗിക്കുന്നത് എന്ന് ചോദിക്കുവാൻ വിവരാവകാശ കമ്മീഷന് അവകാശമില്ല. ഏതൊരു പൊതുസ്ഥാപനവുമായി ബന്ധപ്പെട്ടതാണെങ്കിലും അപേക്ഷകർ സ്വീകരിക്കേണ്ടതാണ്. ഏതൊരു പൊതുസ്ഥാപനവുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിലും അപേക്ഷകൾ സ്വീകരിക്കണം. ആരാണ്? വിവരാവകാശ കമ്മീഷൻ. മറക്കല്ലേ. ഏതൊരു പൊതുസ്ഥാപനവുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് അറിയേണ്ടതുണ്ടെങ്കിലും അപേക്ഷകൾ സ്വീകരിക്കേണ്ടതാണ്. ഇപ്രകാരം നൽകുന്ന അപേക്ഷകൾ 5 ദിവസത്തിനകം ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾക്ക് കൈമാറി ആ വിവരം അപേക്ഷകനെ അറിയിക്കേണ്ടതുണ്ട്. ആരാണ്? വിവരാവകാശ കമ്മീഷൻ. ഇതൊന്നുമില്ല സുഹൃത്തുക്കളെ, നമ്മളൊരു ഗവൺമെന്റ് സ്ഥാപനത്തിനെതിരെ ഒരു വിവരാവകാശം കൊടുക്കുകയാണെന്ന് കരുതുക. അങ്ങനെ വിവരാവകാശം കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? നേരെ ചെന്ന് പബ്ലിക് ഇൻഫർമേഷൻ കമ്മീഷന്റെ കയ്യിൽ എന്ത് ചെയ്യും? നമ്മുടെ അപേക്ഷ സമർപ്പിക്കും. ഈ സമർപ്പിച്ച അപേക്ഷ 5 ദിവസത്തിനുള്ളിൽ നമുക്ക് ഏത് ഗവൺമെന്റ് സ്ഥാപനത്തിലാണോ വിവരാവകാശം വേണ്ടത് അവർക്ക് എന്ത് ചെയ്യണം? നൽകണം. ആരാണ്? ഈ പബ്ലിക് ഇൻഫർമേഷൻ കമ്മീഷണർ. അതിനുശേഷം അവർക്ക് അയച്ചു കൊടുത്തു എന്നുള്ളതിന് തെളിവ് എന്ത് ചെയ്യണം? അല്ലെങ്കിൽ ആ വിവരം എന്ത് ചെയ്യണം? അയച്ച നമ്മളോട് പറയുകയും വേണം വിവരാവകാശ കമ്മീഷൻ. ഇതാണ് അവസാനത്തെ പോയിന്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അതാണ് പറഞ്ഞത്, ഇപ്രകാരം നൽകുന്ന അപേക്ഷകൾ 5 ദിവസത്തിനകം ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾക്ക് കൈമാറി ആ വിവരങ്ങൾ അപേക്ഷകനെ അറിയിക്കേണ്ടതാണ് എന്നുള്ളത് പഠിക്കുക. അപ്പോൾ ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. വിവരങ്ങൾ ലഭിക്കുന്നതിന് 10 രൂപയുടെ ഫീസോട് കൂടിയ അപേക്ഷ സമർപ്പിക്കേണ്ടതുണ്ട്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള വ്യക്തികൾക്ക് അത് തെളിയിക്കുന്ന രേഖകൾ സമർപ്പിച്ചാൽ ഈ ഫീസ് അടയ്ക്കേണ്ട കാര്യമില്ല. ഹിന്ദി, ഇംഗ്ലീഷ്, പ്രാദേശിക ഔദ്യോഗിക ഭാഷകളിൽ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഒരു സ്ഥാപനത്തിന്റെ പേരിൽ അപേക്ഷ സമർപ്പിക്കുവാൻ കഴിയില്ല. സെക്രട്ടറി, പ്രസിഡന്റ് എന്നീ പദവി നാമധേയങ്ങൾ ഉപയോഗിച്ച് അപേക്ഷ സമർപ്പിക്കുവാൻ കഴിയില്ല. വിവരം എന്ത് ആവശ്യത്തിനാണ് എന്ന് അപേക്ഷകനോട് ചോദിക്കുവാൻ അവകാശമില്ല. ആർക്കാണ്? വിവരാവകാശ കമ്മീഷന്. ഏതൊരു പൊതുസ്ഥാപനവുമായി ബന്ധപ്പെട്ടതാണെങ്കിലും അപേക്ഷകൾ സ്വീകരിക്കേണ്ടതാണ്. ഇപ്രകാരം നൽകുന്ന അപേക്ഷകൾ 5 ദിവസത്തിനകം ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾക്ക് കൈമാറുകയും ആ വിവരം അപേക്ഷകനെ അറിയിക്കേണ്ടതുമാണ് പബ്ലിക് ഇൻഫർമേഷൻ കമ്മീഷൻ. അടുത്തതായി നമുക്ക് പഠിക്കേണ്ടതാണ് വിവരാവകാശ തുക അടയ്ക്കുന്ന രീതികൾ. വിവരാവകാശ തുക അടയ്ക്കുന്ന രീതികളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കോർട്ട് ഫീ സ്റ്റാമ്പുകൾ വഴി തുക അടയ്ക്കാവുന്നതാണ്. കോർട്ട് ഫീ സ്റ്റാമ്പുകൾ വഴി നമുക്ക് എന്ത് ചെയ്യാം? തുക അടയ്ക്കാവുന്നതാണ്. ഗവൺമെന്റ് ട്രഷറികൾ മുഖാന്തരം നമുക്ക് തുക അടയ്ക്കാവുന്നതാണ്. അതായത് വിവരാവകാശത്തിന് വേണ്ടി വരുന്ന തുക നമുക്ക് എങ്ങനെ അടയ്ക്കാമെന്നുള്ളതാണ് നോക്കുന്നത്. ഒന്ന്, കോർട്ട് ഫീ സ്റ്റാമ്പുകൾ വഴി. എന്താണ്? കോർട്ട് ഫീ സ്റ്റാമ്പുകൾ വഴി നമുക്ക് അടയ്ക്കാവുന്നതാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് ട്രഷറികളിൽ തുക നമുക്ക് അടയ്ക്കാവുന്നതാണ്. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിന്റെയോ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിന്റെയോ ഓഫീസിൽ നേരിട്ടെത്തി റെസിപ്റ്റ് വഴി നമുക്ക് പണം അടയ്ക്കാവുന്നതാണ്. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിന്റെയോ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിന്റെയോ ഓഫീസിൽ നമുക്ക് നേരിട്ടെത്തിയിട്ട് റെസിപ്റ്റ് വഴി നമുക്ക് പണം അടയ്ക്കാവുന്നതാണ്. ഡിമാൻഡ് ഡ്രാഫ്റ്റ്, ബാങ്ക് ചെക്ക് വഴി ഫീസ് അടയ്ക്കാവുന്നതാണ്. ഡിമാൻഡ് ഡ്രാഫ്റ്റ് വഴിയും ബാങ്ക് ചെക്ക് വഴിയും നമുക്ക് ഫീസ് അടയ്ക്കാവുന്നതാണ്. അതുപോലെ പോസ്റ്റൽ ഓർഡർ വഴി നമുക്ക് ഫീസ് അടയ്ക്കാവുന്നതാണ്. പോസ്റ്റൽ ഓർഡർ വഴി നമുക്ക് ഫീസ് അടയ്ക്കാവുന്നതാണ്. അതായത് ഈ പറഞ്ഞിരിക്കുന്ന ചില ബാങ്കുകൾ, പ്രത്യേകിച്ച് SBI അങ്ങനെയുള്ള ബാങ്കുകളിലൊന്നും ഈ കോർട്ട് ഫീസ് സ്റ്റാമ്പുകൾ നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. അത്തരം സിറ്റുവേഷനിലാണ് നമ്മൾ പോസ്റ്റൽ ഓർഡർ വഴി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? പൈസ അടയ്ക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ ഒരു നിയമമുണ്ട്. ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ, സുഹൃത്തുക്കൾ ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഒന്നുകൂടി പറഞ്ഞു തരാം. വിവരാവകാശ തുക അടയ്ക്കുന്ന രീതികൾ ചോദിച്ചാല് കോർട്ട് ഫീസ് സ്റ്റാമ്പുകൾ വഴി നമുക്ക് തുക അടയ്ക്കാവുന്നതാണ്. ഗവൺമെന്റ് ട്രഷറികളിൽ തുക നമുക്ക് അടയ്ക്കാവുന്നതാണ്. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിന്റെയോ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിന്റെയോ ഓഫീസിലെത്തിയിട്ട് റെസിപ്റ്റ് വഴി നമുക്ക് പണം അടയ്ക്കാവുന്നതാണ്. അതായത് അവരെ ഓഫീസിൽ കൊണ്ടുവന്ന് നമുക്ക് പൈസ അടയ്ക്കാതെ ചുരുക്കം കേട്ടോ സുഹൃത്തുക്കളെ. ഡിമാൻഡ് ഡ്രാഫ്റ്റ്, ബാങ്ക് ചെക്ക് വഴിയും നമുക്ക് എന്ത് ചെയ്യാം? ഫീസ് അടയ്ക്കാം. അതുപോലെ പോസ്റ്റൽ ഓർഡർ വഴി നമുക്ക് ഫീസ് അടയ്ക്കാം. പഠിക്കുക. അടുത്തതാണ്, നമ്മളൊരു വിവരാവകാശം കൊടുത്തു കഴിഞ്ഞാൽ എത്ര സമയത്തിനുള്ളിൽ നമുക്ക് റിപ്ലൈ ലഭിക്കുമെന്ന് അറിയണം അല്ലെ? നമുക്ക് തിരിച്ച് മറുപടി എപ്പോൾ ലഭിക്കുമെന്ന് നമുക്ക് അറിയണം അല്ലെ? അതിനു വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുന്നതാണ് സമയപരിധി എന്നുള്ളത്. എന്താണ് സമയപരിധി എന്നുള്ളത്? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ, നമുക്ക് ഫസ്റ്റ് പോയിന്റിലേക്ക് കടക്കാം.
പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് നമ്മൾ അപേക്ഷ നൽകുന്നതെങ്കിൽ, ഒന്നുകൂടി പറയാം, ശ്രദ്ധിക്കുക സുഹൃത്തുക്കളെ, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് നമ്മൾ അപേക്ഷ നൽകുന്നത് എങ്കിൽ 30 ദിവസത്തിനുള്ളിൽ മറുപടി നൽകണം. എത്ര ദിവസത്തിനുള്ളിൽ മറുപടി നൽകണം? 30 ദിവസത്തിനുള്ളിൽ മറുപടി നൽകിയിരിക്കണം. ഇമ്പോർട്ടന്റ് പോയിന്റും PSC ഒരുപാട് തവണ പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യം, അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത്. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് അപേക്ഷ നൽകുന്നത് എങ്കിൽ 30 ദിവസത്തിനുള്ളിൽ മറുപടി നൽകണം. അപേക്ഷ സമർപ്പിച്ചത് അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർക്കാണെങ്കിൽ, ഒന്നുകൂടി എടുത്തു പറയാം, അപേക്ഷ സമർപ്പിച്ചത് അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് എങ്കിൽ 35 ദിവസത്തിനുള്ളിൽ മറുപടി ലഭിക്കണം. 35 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? മറുപടി ലഭിക്കണം. തമ്മിൽ തെറ്റിപ്പോവരുത്. ഇത് രണ്ടും PSC പ്രീവിയസ് ആയി ഒരുപാട് തവണ +2 മുതൽ ഡിഗ്രി വരെ ചോദിച്ചിട്ടുണ്ട്. 1-2 തവണ LDക്കും ചോദിച്ചിട്ടുണ്ട്. ഇനി പക്കാ LD ക്വസ്റ്റ്യൻ ആയിട്ട് കയറി വരും. അതുകൊണ്ട് പഠിക്കുക. അപേക്ഷ സമർപ്പിക്കുന്നത് അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസറിനാണ് എങ്കിൽ 35 ദിവസത്തിനുള്ളിൽ മറുപടി ലഭിക്കേണ്ടതാണ്. ആവശ്യപ്പെടുന്ന വിവരം വ്യക്തിയുടെ ജീവനെയോ സ്വാതന്ത്ര്യത്തെയോ ബാധിച്ചിട്ടുള്ളതാണെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ മറുപടി ലഭിക്കണം. ഇത് ആർക്ക് കൊടുത്താലും, കേട്ടോ സുഹൃത്തുക്കളെ, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിന് കൊടുത്താലും ശരി, അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിന് കൊടുത്താലും മതി, ആർക്കാണെങ്കിലും ആവശ്യപ്പെടുന്ന വിവരം വ്യക്തിയുടെ ജീവനെയും സ്വാതന്ത്ര്യത്തെയും ബാധിക്കുന്നതാണ് എങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ മറുപടി ലഭിച്ചിരിക്കണം. അത്രയും ഇമ്പോർട്ടന്റ് ആയ കാര്യമായതുകൊണ്ടാണ് കേട്ടോ. മൂന്നാം കക്ഷി കൂടി ഉൾപ്പെട്ടിട്ടുള്ള അപേക്ഷകൾക്ക് 40 ദിവസത്തിനുള്ളിൽ മറുപടി ലഭിക്കണം. അപ്പോൾ കക്ഷി ചേരുമ്പോഴേ അതിലൊരു മൂന്നാം കക്ഷി ഉണ്ട് എന്ന് കരുതുക. AB എന്ന് പറഞ്ഞ 2 കക്ഷിയോടൊപ്പം നമ്മൾ ഒരു കക്ഷിയെ കൂടെ ചേർത്ത് C എന്ന് പറഞ്ഞ മൂന്നാമതൊരു കക്ഷിയെ കൂടെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള അപേക്ഷകൾക്ക് 40 ദിവസത്തിനുള്ളിൽ മറുപടി ലഭിക്കണം. മൂന്നാം കക്ഷിയോട് അഭിപ്രായം അറിയാൻ വേണ്ട സമയപരിധി 5 ദിവസമാണ്. മൂന്നാം കക്ഷിയോട് അഭിപ്രായം അറിയാൻ വേണ്ട സമയപരിധി എന്താണ്? 5 ദിവസമാണ്. മൂന്നാം കക്ഷിക്ക് മറുപടി നൽകുന്നതിന് വേണ്ടിയുള്ള സമയപരിധി 10 ദിവസമാണ്. കൺഫ്യൂഷൻ ആവല്ലേ. മൂന്നാം കക്ഷിയോട് അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ട് ഇൻഫർമേഷൻ കമ്മീഷൻ അല്ലെങ്കിൽ വിവരാവകാശ കമ്മീഷന് വേണ്ട സമയപരിധി എത്രയാണ്? 5 ദിവസം. അതായത് നമ്മളൊരു വിവരാവകാശം കൊടുത്തു എന്ന് കരുതുക, അതില് മൂന്നാം കക്ഷി ഉണ്ട് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ വിവരാവകാശ കമ്മീഷൻ 5 ദിവസത്തിനുള്ളിൽ ആ കക്ഷിയോട് ചോദിക്കണം അയാളുടെ അഭിപ്രായം എന്ത് എന്നുള്ളത്. മനസ്സിലായോ? അതുപോലെ തന്നെ ഈ അഭിപ്രായം നമ്മുടെ വിവരാവകാശ കമ്മീഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ മൂന്നാമത്തെ കക്ഷി ഉണ്ടല്ലോ, ആ പുള്ളിക്കാരൻ 10 ദിവസത്തിനുള്ളിൽ അതിനുള്ള മറുപടി ഇൻഫർമേഷൻ കമ്മീഷന് തിരിച്ചു കൊടുക്കുകയും വേണം. ഇതാണ് കേട്ടോ കൺഫ്യൂഷൻ ഉണ്ടാവുന്നത്. സംഭവം ഒന്നിലെ സുഹൃത്തുക്കളെ ഇത്രയേ ഉള്ളൂ. ഈ മൂന്നാം കക്ഷിയോട് നമ്മുടെ വിവരാവകാശ കമ്മീഷൻ 5 ദിവസത്തിനകത്ത് കാര്യം പറഞ്ഞിരിക്കണം. ഇങ്ങനെ ഒരു വിവരാവകാശം വന്നിട്ടുണ്ട്, നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് 5 ദിവസത്തിനകത്ത് ആര് പറഞ്ഞ് ചോദിച്ചിരിക്കണം? നമ്മുടെ വിവരാവകാശ കമ്മീഷൻ ചോദിച്ചിരിക്കണം. ഇനി വിവരാവകാശ കമ്മീഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ആ മൂന്നാമത്തെ കക്ഷി ഉണ്ടല്ലോ, പുള്ളിക്കാരൻ എന്ത് ചെയ്യണം? 10 ദിവസത്തിനുള്ള അതിനുള്ള റിപ്ലൈയും കൊടുത്തിരിക്കണം, അല്ലെങ്കിൽ മറുപടിയും കൊടുത്തിരിക്കണം. ഇത്രയേ ഉള്ളൂ കേട്ടോ സംഭവം. അപേക്ഷ മറ്റൊരു വിവരാധികാരിക്ക് കൈമാറുവാനുള്ള സമയപരിധി 5 ദിവസമാണ്. അപേക്ഷ മറ്റൊരു വിവരാധികാരിക്ക് കൈമാറുവാനുള്ള സമയപരിധി എത്രയാണ്? 5 ദിവസമാണ്. ഇത്രയും പോയിന്റ്സ് സുഹൃത്തുക്കളെ വ്യക്തമായിട്ട് പഠിക്കുക. എത്ര ദിവസത്തിനുള്ളിലാണ് അപേക്ഷയ്ക്ക് തീർപ്പ് ലഭിക്കാതെ അപ്പീൽ നൽകേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മറുപടി ലഭിച്ച് അല്ലെങ്കിൽ മറുപടി ലഭിക്കേണ്ട സമയപരിധി അവസാനിച്ച് 30 ദിവസത്തിനുള്ളിൽ. എത്ര ദിവസത്തിനുള്ളിലാണ് അപേക്ഷയ്ക്ക് തീർപ്പ് ലഭിക്കാതെ അപ്പീൽ നൽകേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മറുപടി ലഭിച്ച് അല്ലെങ്കിൽ മറുപടി ലഭിക്കേണ്ട സമയപരിധി അവസാനിച്ച് 30 ദിവസത്തിനുള്ളില്. മറുപടി ലഭിച്ച് അല്ലെങ്കിൽ മറുപടി ലഭിക്കേണ്ട സമയപരിധി അവസാനിച്ച് 30 ദിവസത്തിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം? അപ്പീൽ നൽകാം. ഒന്നാം അപ്പീൽ തീർപ്പാക്കേണ്ട സമയപരിധി 30 ദിവസം. വ്യക്തമായ കാരണമുണ്ടെങ്കിൽ മാത്രം 45 ദിവസം വരെ അത് നീണ്ടു പോകാം കേട്ടോ. ഒന്നാം അപ്പീല് തീർപ്പാക്കേണ്ട സമയപരിധി എത്രയാ സുഹൃത്തുക്കളെ? 30 ദിവസം. വ്യക്തമായ കാരണമുണ്ടെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? അത് 45 ദിവസം വരെ നീട്ടിവെക്കാം. രണ്ടാം അപ്പീൽ സമർപ്പിക്കേണ്ട സമയപരിധി 90 ദിവസത്തിനുള്ളിലാണ്. രണ്ടാം അപ്പീൽ സമർപ്പിക്കേണ്ട സമയപരിധി 90 ദിവസത്തിനുള്ളിലാണ്. കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷന് രണ്ടാം അപ്പീൽ തീർപ്പാക്കേണ്ട സമയപരിധി ചോദിച്ചാല് സമയപരിധി ഇല്ല. ഇതാണ് ഇമ്പോർട്ടന്റ് പോയിന്റ്.
ഒന്നുമില്ല സംഗതി സുഹൃത്തുക്കളെ. ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. നമ്മളൊരു വിവരാവകാശം കൊടുക്കണമെന്ന് കരുതുക. ഈ വിവരാവകാശം കൊടുത്ത് നമുക്ക് മറുപടി ലഭിക്കാൻ നമ്മൾ കുറച്ച് ഡേറ്റുകൾ പറഞ്ഞല്ലോ. 35 ദിവസം 30 ദിവസം എന്നൊക്കെ പറഞ്ഞ ഡേറ്റുകൾ നമ്മൾ നേരത്തെ പഠിച്ചല്ലോ. ആ ഡേറ്റുകളിൽ നമുക്ക് മറുപടി ലഭിച്ചില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അപ്പീലിന് പോകാം. ഒന്നുമില്ല സുഹൃത്തുക്കളെ, ഈ പറഞ്ഞിരിക്കുന്ന സിമ്പിൾ പോയിന്റ്സ് ആണ്. പക്ഷെ നമ്മളിങ്ങനെ എഴുതി വരുമ്പോൾ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിട്ട് തോന്നുന്നതാണ്. ഒന്നുമില്ല സംഗതി, നമ്മളൊരു വിവരാവകാശം കൊടുത്തു എന്ന് കരുതുക. അപ്പോ വിവരാവകാശം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ച രീതിക്ക് 30 അല്ലെങ്കിൽ 35 ദിവസത്തിനകത്ത് നമുക്ക് എന്ത് ചെയ്യണം? അതിനുള്ള റിപ്ലൈ ലഭിക്കണം. ഇങ്ങനെ ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് അപ്പീൽ നൽകുക എന്നുള്ളത്. എന്ത് നൽകണം? അപ്പീൽ നൽകണം. ഇങ്ങനെ അപ്പീൽ നൽകണമെങ്കിൽ അതിനൊരു സമയപരിധി ഉണ്ട്. അതായത് നമ്മൾ കൊടുത്ത വിവരാവകാശ അപേക്ഷയുടെ മറുപടി ലഭിക്കുന്ന ദിവസം കഴിഞ്ഞ് 30 ദിവസത്തിനുള്ളിൽ, എത്രയാണ്? 30 ദിവസത്തിനുള്ളിൽ നമ്മൾ അപ്പീൽ കൊടുത്തിരിക്കണം. 30 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അപ്പീൽ കൊടുത്തിട്ട് കാര്യമില്ല. അതാണ് ഫസ്റ്റ് പോയിന്റ് നമ്മൾ പറഞ്ഞത്. ഇനി ഒന്നാമത്തെ അപ്പീൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ അപ്പീല് കൊടുത്ത് 30 ദിവസത്തിനുള്ളിൽ, അല്ലെന്നുണ്ടെങ്കിൽ വ്യക്തമായ കാരണം നമ്മുടെ പബ്ലിക് ഇൻഫർമേഷൻ കമ്മീഷൻ നമ്മളോട് പറയുവാണെന്നുണ്ടെങ്കിൽ 45 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? നമുക്ക് കൃത്യമായിട്ടൊരു റിപ്ലൈ നമുക്ക് കിട്ടിയിരിക്കണം, അല്ലെങ്കിൽ ഒരു മറുപടി നമുക്ക് ലഭിച്ചിരിക്കണം. ഇനി ഒന്നാം അപ്പീൽ നമ്മൾ കൊടുത്തു, നമുക്ക് ഒരു റിപ്ലൈയും തിരിച്ച് യാതൊരുവിധ മറുപടിയും പബ്ലിക് ഇൻഫർമേഷൻ കമ്മീഷൻ അല്ലെങ്കിൽ വിവരാവകാശ കമ്മീഷൻ നിന്ന് ലഭിച്ചില്ല എന്ന് കരുതുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടാം അപ്പീൽ സമർപ്പിക്കാനുള്ള അവകാശമുണ്ട്. ഈ രണ്ടാം അപ്പീൽ നമ്മൾ സമർപ്പിക്കണമെങ്കിൽ അത് 90 ദിവസത്തിനുള്ളിൽ സമർപ്പിക്കണം കേട്ടോ. ഇല്ലെങ്കിൽ ഉപയോഗമില്ല. 90 ദിവസത്തിനുള്ളിൽ നമ്മൾ സമർപ്പിച്ചിരിക്കണം. എന്നാൽ കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷന് രണ്ടാം അപ്പീൽ തീർപ്പാക്കേണ്ട സമയപരിധി നിശ്ചയിച്ചിട്ടില്ല. അതിനുള്ള കാരണം എന്തെന്ന് അങ്ങോട്ട് വരും കേട്ടോ. സമയപരിധി നിശ്ചയിച്ചിട്ടില്ല. പഠിക്കുക. വിവരാവകാശ നിയമപ്രകാരം നൽകുവാൻ കഴിയാത്ത വിവരങ്ങളാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഇത് PSC ഒത്തിരി തവണ ചോദിച്ചതാണ് കേട്ടോ സുഹൃത്തുക്കളെ. വിവരാവകാശ നിയമപ്രകാരം നൽകുവാൻ കഴിയാത്ത വിവരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ഇന്ത്യയുടെ പരമാധികാരത്തെയും അഖണ്ഡതയെയും രാഷ്ട്രീയ സുരക്ഷയെയും ഇന്ത്യയുടെ യുദ്ധതന്ത്രം, ശാസ്ത്ര സാമ്പത്തിക താല്പര്യം, ഇന്ത്യയുടെ ശാസ്ത്ര സാമ്പത്തിക താല്പര്യം, അന്തർദേശീയ സൗഹാർദ്ദ പരിപാലനത്തെയും സംബന്ധിച്ച വിവരങ്ങള് നമുക്ക് വിവരാവകാശം വഴി ലഭിക്കില്ല. ഒന്നുകൂടി പറയാം. ഇന്ത്യയുടെ പരമാധികാരത്തെയും അഖണ്ഡതയെയും രാഷ്ട്രീയ സുരക്ഷയെയും അതുപോലെ ഇന്ത്യയുടെ യുദ്ധതന്ത്രത്തെയും ശാസ്ത്ര സാമ്പത്തിക താല്പര്യത്തെയും അന്തർദേശീയ സൗഹാർദ്ദ പരിപാലനത്തെയും സംബന്ധിച്ച വിവരങ്ങൾക്ക് വിവരാവകാശ കമ്മീഷൻ വഴി നമുക്ക് റിപ്ലൈ ലഭിക്കില്ല, അല്ലെങ്കിൽ നമുക്ക് കൊടുക്കാൻ കഴിയില്ല, അപേക്ഷ കൊടുക്കാൻ കഴിയില്ല. കോടതിയുടെ അല്ലെങ്കിൽ ട്രൈബ്യൂണലുകളുടെയോ അവകാശ ലംഘനങ്ങൾക്ക് കാരണമാകുന്നതോ കോടതി ഉത്തരവുകൾ വഴി പരസ്യപ്പെടുത്തുന്നതും തടഞ്ഞിരിക്കുന്നതുമായ വിവരങ്ങൾക്ക് വിവരാവകാശം വഴി നമുക്ക് വിവരങ്ങൾ ലഭിക്കില്ല. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോടതിയിലോ അല്ലെങ്കിൽ ഒരു ട്രൈബ്യൂണലിലോ ഇരിക്കുന്ന ഒരു കേസോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ഉത്തരവുകളോ ആണ് നമുക്ക് വിവരാവകാശമായിട്ട് ലഭിക്കണമെങ്കിൽ അത് ഒരിക്കലും നമുക്ക് ലഭിക്കില്ല. പാർലമെന്റ് അല്ലെങ്കിൽ സംസ്ഥാന നിയമസഭയുടെയോ പ്രത്യേക അവകാശങ്ങളുടെ ലംഘനത്തിന് കാരണമായേക്കാവുന്ന വിവരങ്ങൾ ഒരിക്കലും നമുക്ക് വിവരാവകാശം വഴി ലഭിക്കില്ല. പാർലമെന്റ് അല്ലെങ്കിൽ സംസ്ഥാന നിയമസഭയുടെയോ പ്രത്യേക അവകാശങ്ങളുടെ ലംഘനത്തിന് കാരണമായേക്കാവുന്ന വിവരങ്ങൾ നമുക്ക് വിവരാവകാശ നിയമപ്രകാരം ലഭിക്കില്ല. മൂന്നാം കക്ഷിയുടെ മത്സരാധിഷ്ഠിത സ്ഥാനത്തിന് ഹാനികരമായേക്കാവുന്ന വ്യാപാര രഹസ്യങ്ങൾ, സ്വത്ത്, വാണിജ്യ വിശ്വസ്തത എന്നിവ ഉൾപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ ഒരിക്കലും വിവരാവകാശ നിയമപ്രകാരം ലഭിക്കില്ല. കാരണം സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല സുഹൃത്തുക്കളെ. എനിക്കൊരു ബിസിനസ് അല്ലെങ്കിൽ നമുക്കൊരു ബിസിനസ് ഉണ്ട്. അപ്പൊ നമ്മുടെ ബിസിനസ് വളരെ നഷ്ടത്തിലാണ്. തൊട്ടടുത്ത് നമ്മുടെ ഒരു ഓപ്പോസിറ്റ് ഒരു കക്ഷിയുണ്ട്. അയാളുടെ ബിസിനസ് വളരെ ശക്തമായിട്ട് നടക്കുവാണ്. നമ്മൾ രണ്ടുപേരും ഒരേ ബിസിനസ് ആണ് ചെയ്യുന്നതെന്ന് കരുതുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ രാവിലെ പോയി വിവരാവകാശ കമ്മീഷൻ അടുത്ത് പറയാണ്, ആ അപ്പുറത്തുള്ള വ്യക്തി എന്ത് രീതിയിലാണ് വ്യാപാരം നടത്തുന്നത് എന്ന് പറഞ്ഞ് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ എന്ത് ചെയ്യും? വിവരാവകാശ കമ്മീഷൻ ഓടിച്ചു വിടും കേട്ടോ. അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോ മൂന്നാം കക്ഷിയുടെ മത്സരാധിഷ്ഠിത സ്ഥാനത്തിന് ഹാനികരമായേക്കാവുന്ന
അല്ലെങ്കിൽ വ്യാപാര രഹസ്യങ്ങള്, സ്വത്ത്, വാണിജ്യ വിശ്വസ്തത എന്നിവ ഉൾപ്പെട്ടിട്ടുള്ള വിവരങ്ങൾക്ക് ഒരിക്കലും വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ നൽകുവാൻ കഴിയില്ല. പഠിക്കുക. ഒരാൾക്ക് അയാളുടെ പരസ്പര വിശ്വാസാധിഷ്ഠിതമായ ബന്ധങ്ങളിലൂടെ ലഭിച്ച വിവരങ്ങള് ഒരിക്കലും വിവരാവകാശ നിയമപ്രകാരം ലഭിക്കില്ല. അതായത് നമ്മുടെ വീട്ടിന്റെ അപ്പുറത്തുള്ള ചേട്ടൻ ആരുടെങ്കിലും ഒക്കെ നുണ കേട്ടിട്ട് വന്നു കഴിഞ്ഞാല് വിവരാവകാശ നിയമപ്രകാരം പോയിട്ട് അയാൾ എന്ത് നുണയാണ് കേട്ടതെന്ന് ചോദിച്ചാല് വിവരാവകാശ കമ്മീഷൻ നമുക്ക് വിവരങ്ങളൊന്നും തരൂല, തലയ്ക്ക് തട്ടി പറഞ്ഞു വിടും. ഓക്കെ, അപ്പൊ ഒരാൾക്ക് അയാളുടെ പരസ്പര വിശ്വാസാധിഷ്ഠിതമായ ബന്ധത്തിലൂടെ ഒരു വ്യക്തിക്ക് അയാളുടെ പരസ്പര വിശ്വാസാധിഷ്ഠിതമായിട്ടാണ്, ഈ പരസ്പര വിശ്വാസം മൂലം മറ്റൊരാൾ എന്തെങ്കിലും കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യമൊന്നും വിവരാവകാശം വഴി നമുക്ക് ലഭിക്കില്ല. പരസ്പര വിശ്വാസത്തിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? ഈ പറഞ്ഞിരിക്കുന്ന വിവരാവകാശ നിയമപ്രകാരം നമുക്ക് ചോദിക്കാൻ കഴിയില്ല. പരസ്പര വിശ്വാസത്തിലെ വിദേശ രാജ്യങ്ങളിൽ ലഭിച്ച വിവരങ്ങൾ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല? വിവരാവകാശം വഴി ലഭിക്കില്ല. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ജീവനോ ശാരീരിക സുരക്ഷയ്ക്കോ അപകടം വരുത്തുന്നതായ യാതൊരു വിവരങ്ങളും നമുക്ക് വിവരാവകാശ നിയമം വഴി ലഭിക്കില്ല. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ജീവനോ ശാരീരിക സുരക്ഷയ്ക്കോ അപകടമാകുന്ന രീതിയിലുള്ള യാതൊരു വിവരങ്ങളും നമുക്ക് ഏത് വഴി ലഭിക്കില്ല? വിവരാവകാശ നിയമം വഴി ലഭിക്കില്ല. ഒരു വ്യക്തിയുടെ സ്വകാര്യതയ്ക്ക് ലംഘനമാകുന്ന വിവരങ്ങൾ ഒരിക്കലും വിവരാവകാശം വഴി ലഭിക്കില്ല. ഒരു വ്യക്തിയുടെ സ്വകാര്യതയ്ക്ക് ലംഘനമാകുന്ന വിവരങ്ങൾ ഒരിക്കലും വിവരാവകാശം വഴി ലഭിക്കില്ല. കുറ്റവാളിയുടെ വിചാരണ, അറസ്റ്റ്, അന്വേഷണ പ്രക്രിയ, ഒന്നുകൂടി പറയാം, ഒരു കുറ്റവാളിയുടെ വിചാരണ, അറസ്റ്റ്, അന്വേഷണ പ്രക്രിയ എന്നിവയ്ക്ക് തടസ്സം വരുന്ന വിവരങ്ങൾ ഒരിക്കലും വിവരാവകാശ കമ്മീഷൻ വഴി ലഭിക്കില്ല. ഒരു കുറ്റവാളിയുടെ വിചാരണ, അറസ്റ്റ്, അന്വേഷണ പ്രക്രിയ എന്നിവയ്ക്ക് തടസ്സം വരുന്ന വിവരങ്ങൾ ഒരിക്കലും വിവരാവകാശ കമ്മീഷൻ വഴി ലഭിക്കില്ല. ഈ പോയിന്റ്സ് സുഹൃത്തുക്കളെ വ്യക്തമായിട്ട് പഠിക്കുക. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് പിഴ ശിക്ഷ നൽകുന്ന കാരണങ്ങൾ. അതായത് നമ്മുടെ ഇൻഫർമേഷൻ കമ്മീഷൻ അല്ലെങ്കിൽ വിവരാവകാശ കമ്മീഷൻ പിഴ ശിക്ഷ നൽകുന്നതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഇത് പഠിക്കണം കേട്ടോ സുഹൃത്തുക്കളെ, നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പോയിന്റ് ആണ്. നമ്മൾ എല്ലാവരും ഇനി സർക്കാർ ജോലിയിൽ പ്രവേശിക്കാനുള്ളതാണ്, അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ന്യായമായ കാരണങ്ങളില്ലാതെ അപേക്ഷ സ്വീകരിക്കാതിരിക്കുന്ന ഉദ്യോഗസ്ഥനെതിരെ പബ്ലിക് ഇൻഫർമേഷൻ കമ്മീഷൻ ശിക്ഷ നടപ്പിലാക്കും. ന്യായമായ കാരണങ്ങളില്ലാതെ അപേക്ഷ സ്വീകരിക്കാതിരിക്കുക, ആവശ്യപ്പെട്ട വിവരങ്ങൾ നിശ്ചിത തീയതിക്കകം നൽകാതിരിക്കുക, ആവശ്യപ്പെട്ട വിവരങ്ങളെ നിശ്ചിത തീയതിക്കകം നൽകാതിരിക്കുക, തെറ്റായതോ അപൂർണമായതോ ആയ വിവരങ്ങൾ മനഃപൂർവ്വം നൽകുക, ആവശ്യപ്പെട്ട വിവരങ്ങൾ നശിപ്പിക്കുകയും ചെയ്യുക. തെറ്റായതോ അപൂർണമായതോ ആയ വിവരങ്ങൾ മനഃപൂർവ്വം നൽകുക മാത്രമല്ല, ആവശ്യപ്പെട്ട വിവരങ്ങൾ നശിപ്പിക്കുക കൂടി ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പിഴ ശിക്ഷ നൽകും. ആരാണ്? നമ്മുടെ പബ്ലിക് ഇൻഫർമേഷൻ കമ്മീഷൻ. വിവരങ്ങൾ നൽകുന്നത് ഏതെങ്കിലും മാർഗത്തിലൂടെ തടയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, വിവരങ്ങൾ നൽകുന്നത് ഏതെങ്കിലും മാർഗങ്ങളിലൂടെ തടയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, സമയപരിധിക്കുള്ളിൽ ശരിയായ വിവരം നൽകുന്നതിൽ വീഴ്ച വരുത്തുന്ന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അടയ്ക്കേണ്ട പിഴയാണ് 250 രൂപ. സമയപരിധിക്കുള്ളിലെ ശരിയായ വിവരം നൽകുന്നതിൽ വീഴ്ച വരുത്തുന്ന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അടയ്ക്കേണ്ട പിഴ എത്രയാ സുഹൃത്തുക്കളെ? അത് 250 രൂപയാണ്. പരമാവധി ലഭിക്കുന്ന പിഴ 25,000 രൂപ. ഇത് രണ്ടും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്, പഠിക്കുക. സമയപരിധിക്കുള്ളിൽ ശരിയായ വിവരം നൽകുന്നതിന് വീഴ്ച വരുത്തുന്ന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് അടയ്ക്കേണ്ട പിഴ എത്രയാണ്? 250 രൂപ ദിവസം അടയ്ക്കണം. പരമാവധി എത്ര രൂപ വരെ വരും? 25,000 രൂപ വരെ വരും. പഠിക്കുക. ഇനി പിഴയും വിവരാവകാശ കമ്മീഷനും തമ്മിലുള്ള ബന്ധമാണ്. അതായത് വിവരാവകാശ കമ്മീഷൻ നൽകുന്ന പിഴകൾ എന്തൊക്കെയാണ് നമ്മൾ നോക്കി. ഇനി ഈ പിഴകൾ നൽകുന്നതും വിവരാവകാശ കമ്മീഷൻ തമ്മിലുള്ള ബന്ധമാണ് നമ്മൾ പറയാൻ പോകുന്നത്. പിഴ വിധിക്കുവാനുള്ള അവകാശം വിവരാവകാശ കമ്മീഷന് മാത്രമേ ഉള്ളൂ. അതായത് വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പിഴ വിധിക്കുവാനുള്ള അവകാശവും ആർക്കാണ്? വിവരാവകാശ കമ്മീഷന് മാത്രമേ ഉള്ളൂ. പരമാവധി വിധിക്കാൻ കഴിയുന്ന തുക 25,000 രൂപയാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പരമാവധി വിധിക്കാൻ കഴിയുന്ന തുക 25,000 രൂപയാണ്. പിഴ കൂടാതെ അച്ചടക്ക നടപടികൾക്ക് ശുപാർശ ചെയ്യാനും നഷ്ടപരിഹാരം വിധിക്കുവാനും കമ്മീഷന് അധികാരമുണ്ട്. പിഴ കൂടാതെ അച്ചടക്ക നടപടികൾക്ക് ശുപാർശ ചെയ്യുവാനും നഷ്ടപരിഹാരം വിധിക്കുവാനും ആർക്കാണ്? നമ്മുടെ വിവരാവകാശ കമ്മീഷന് അധികാരമുണ്ട്. ഈടാക്കുന്ന പിഴ സർക്കാരിന് ലഭിക്കുകയും നഷ്ടപരിഹാരം അപേക്ഷകന് ലഭിക്കുകയും ചെയ്യുന്നു. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചോളണേ. ഈടാക്കുന്ന പിഴ
സർക്കാരിന് ലഭിക്കുകയും നഷ്ടപരിഹാരം അപേക്ഷകന് ലഭിക്കുകയും ചെയ്യുന്നു. കമ്മീഷന്റെ വിധിയിൽ എതിർപ്പുള്ള പക്ഷം സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ റിട്ട് സമർപ്പിക്കാം. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. കമ്മീഷന്റെ വിധിയിൽ അതൃപ്തി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എതിർപ്പുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒന്നിൽ സുപ്രീം കോടതിയിലോ അല്ലെങ്കിൽ ഹൈക്കോടതിയിലോ നമുക്ക് റിട്ട് സമർപ്പിക്കാം. ഈ നിയമത്തിന്റെ കീഴിൽ ഉത്തമ വിശ്വാസ പ്രകാരം എടുത്ത ഏതെങ്കിലും ഒരു നടപടികളുടെ പേരിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്കെതിരെ കേസ്, പ്രോസിക്യൂഷൻ നടപടി, മറ്റു നിയമ നടപടികൾ എടുക്കുവാൻ പാടില്ല. അത് ഇമ്പോർട്ടന്റ് പോയിന്റ് ആയിട്ട് പഠിച്ചോണേ. ഈ നിയമത്തിന്റെ കീഴില് ഉത്തമ വിശ്വാസ പ്രകാരം എടുത്ത ഏതെങ്കിലും ഒരു നടപടിയുടെ പേരില് ഏതെങ്കിലും ഒരു വ്യക്തിക്കെതിരെ കേസ്, പ്രോസിക്യൂഷൻ നടപടികളും മറ്റു നിയമ നടപടികളും എടുക്കുവാൻ അവകാശമില്ല. വിവരാവകാശ നിയമപ്രകാരം നൽകുന്ന ഉത്തരവുകൾക്ക് റിട്ട് മുഖേനയല്ലാതെ കോടതിയിൽ ചോദ്യം ചെയ്യാനാവില്ല. ഇതാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആയിട്ട് സുഹൃത്തുക്കൾ പഠിക്കേണ്ടത്. വിവരാവകാശ നിയമം നൽകുന്ന ഉത്തരവുകൾക്ക് റിട്ട് മുഖേനയല്ലാതെ കോടതിയിൽ നമുക്ക് ചോദ്യം ചെയ്യാനാവില്ല. ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് നിലവിലുള്ള മറ്റു നിയമങ്ങളോ വിവരാവകാശം നൽകാൻ തടസ്സമാകാൻ പാടില്ല. ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് അതുപോലെ നിലവിലുള്ള മറ്റു നിയമങ്ങളോ വിവരാവകാശം നൽകാൻ തടസ്സമാകാൻ പാടില്ല. ഇത്രയുമാണ് വിവരാവകാശ കമ്മീഷന് പിഴ ചുമത്തുവാനുള്ള അവകാശം എന്നുള്ള രീതിയിലും പഠിക്കാനുള്ളത്. സുഹൃത്തുക്കൾ പഠിക്കുക. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ചൈനീസ് റെവല്യൂഷൻ അഥവാ ചൈനീസ് വിപ്ലവം. ചൈനീസ് വിപ്ലവം അല്ലെങ്കിൽ ചൈനീസ് റെവല്യൂഷൻ ഇപ്പോൾ അങ്ങോട്ട് ചോദിച്ചതേ ഉള്ളൂ PSC LD എക്സാമിന്. അതുകൊണ്ട് നമ്മൾ പഠിക്കണം ദി ചൈനീസ് റെവല്യൂഷൻ അല്ലെങ്കിൽ ചൈനീസ് വിപ്ലവം എന്താണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ചൈനീസ് വിപ്ലവം എന്താ സുഹൃത്തുക്കളെ? വിദേശാധിപത്യത്തിനും ഫ്യൂഡൽ വ്യവസ്ഥയ്ക്കും മഞ്ചു രാജവംശത്തിനുമെതിരെ ചൈനീസ് ജനത നടത്തിയ വിപ്ലവത്തെ ചൈനീസ് വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇങ്ങനെ തന്നെ പഠിച്ചോളേ. വിദേശാധിപത്യത്തിനും ഫ്യൂഡൽ വ്യവസ്ഥയ്ക്കും മഞ്ചു രാജവംശത്തിനുമെതിരെയും ചൈനീസ് ജനത നടത്തിയ വിപ്ലവത്തെ ചൈനീസ് വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നു. ചൈനീസ് വിപ്ലവത്തിന്റെ നേതാക്കൾ എന്നറിയപ്പെടുന്നത് സൻ യാത്സനും അതുപോലെ മാവോ സേതുങ്ങുമാണ്. പഠിച്ചോളനെ. ചൈനീസ് വിപ്ലവത്തിന്റെ നേതാക്കൾ എന്നറിയപ്പെടുന്നത് സൻ യാത്സനും അതുപോലെ തന്നെ മാവോ സേതുങ്ങുമാണ്. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് കറുപ്പ് വ്യാപാരം. ഒരുപാട് തവണ നമ്മൾ പഠിച്ചിട്ടുള്ളതും അല്ലെങ്കിൽ കേട്ടിട്ടുള്ളതുമാണ് കറുപ്പ് വ്യാപാരം. നമുക്ക് നോക്കാം എന്താണ് കറുപ്പ് വ്യാപാരം എന്ന്. ചൈനീസ് ഉൽപ്പന്നങ്ങളായ പട്ട്, തേയില, മൺപാത്രങ്ങൾ എന്നിവയ്ക്ക് യൂറോപ്പിൽ വളരെയധികം ജനപ്രീതി ഉണ്ടായിരുന്നു. ചൈനീസ് ഉൽപ്പന്നങ്ങളായ പട്ട്, തേയില, മൺപാത്രങ്ങൾ എന്നിവയ്ക്ക് യൂറോപ്പിൽ വളരെയധികം ജനപ്രീതി ഉണ്ടായിരുന്നു. ഇവയുടെ കയറ്റുമതിയിലൂടെ ചൈന വൻതോതിൽ ലാഭം നേടുകയും ചെയ്തിരുന്നു. എന്നാൽ ചൈനയിലേക്ക് ഇറക്കുമതിയില്ലാത്തതിനാൽ യൂറോപ്യൻ വ്യാപാരികൾക്ക് അമിതമായ നഷ്ടം സംഭവിച്ചിരുന്നു. ഇതാണ് കേട്ടോ പ്രധാനപ്പെട്ട കാരണം. ഈ കറുപ്പ് വ്യാപാരം തുടങ്ങാനുള്ള യൂറോപ്യന്മാർക്ക് പ്രചോദനം നൽകിയ പ്രധാനപ്പെട്ട പോയിന്റ് ആണ് പറഞ്ഞത്. ചൈനീസ് ഉൽപ്പന്നമായ പട്ടും തേയിലയും മൺപാത്രങ്ങളും ഒക്കെ യൂറോപ്പില് വളരെയധികം ജനപ്രീതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതൊക്കെ കയറ്റുമതി ചെയ്ത് ചൈനയുടെ കയ്യിൽ നല്ല പൈസയും ഉണ്ടായിരുന്നു കേട്ടോ. എന്നാൽ ചൈനയിലേക്ക് ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് യാതൊരു വസ്തുക്കളും അവർ ഇറക്കുമതി ചെയ്യൂലായിരുന്നു. അതുകൊണ്ട് തന്നെ യൂറോപ്യൻ വ്യാപാരികൾക്ക് അമിതമായിട്ടുള്ള നഷ്ടം സംഭവിച്ചിരുന്നു. ഇത് പരിഹരിക്കാനായി ഇംഗ്ലീഷ് വ്യാപാരികൾ ചൈനയിലേക്ക് ലഹരി പദാർത്ഥമായ കറുപ്പ് ഇറക്കുമതി ചെയ്തു. ഇത് പരിഹരിക്കാനായിട്ട് ഇംഗ്ലീഷ് വ്യാപാരികൾ എന്താ സുഹൃത്തുക്കളെ ചെയ്തത്? ചൈനയിലേക്ക് ലഹരി പദാർത്ഥമായ കറുപ്പ് ഇറക്കുമതി ചെയ്തു. കറുപ്പിന്റെ അമിതമായ ഇറക്കുമതി ചൈനയുടെ വ്യാപാരത്തെയും ഇതിന്റെ ഉപയോഗം ചൈനീസ് ജനതയുടെ മാനസിക നിലയെയും പ്രതികൂലമായി ബാധിച്ചു. കറുപ്പിന്റെ അമിതമായ ഇറക്കുമതി ചൈനയുടെ മൊത്തത്തിലുള്ള വ്യാപാരത്തെയും അതുപോലെ തന്നെ ചൈനീസ് ജനതകളുടെ മാനസിക നിലയെയും പ്രതികൂലമായിട്ട് ബാധിച്ചു. ഇതോടെ സാമ്പത്തികമായും മാനസികമായും ചൈനക്കാർ അടിമത്തത്തിലാവുകയാണ് ചെയ്തത്. എന്ത് ക്രൂരപരമായിട്ടുള്ള കാര്യമാണ് ചെയ്തതെന്ന് ഓർക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. ചൈനീസ് വിപ്ലവത്തെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. വിദേശാധിപത്യത്തിൽ നിന്നും ഫ്യൂഡൽ വ്യവസ്ഥകളിൽ നിന്നും മഞ്ചു രാജവംശത്തിനുമെതിരെ ചൈനീസ് ജനത നടത്തിയ വിപ്ലവത്തെ ചൈനീസ് വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നു. ചൈനീസ് വിപ്ലവത്തിന്റെ നേതാക്കൾ എന്നറിയപ്പെടുന്നത് സൻ യാത്സനും മാവോ സേതുങ്ങുമാണ്. പിന്നെ നമ്മൾ പറഞ്ഞത്
കറുപ്പ് വ്യാപാരമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കറുപ്പ് വ്യാപാരം. ചൈനീസ് ഉൽപ്പന്നങ്ങളായ പട്ട്, തേയില, മൺപാത്രങ്ങൾ എന്നിവയ്ക്ക് യൂറോപ്പിൽ വളരെയധികം ജനപ്രീതി ഉണ്ടായിരുന്നു. ഇവയുടെ കയറ്റുമതിയിലൂടെ ചൈന വൻതോതിൽ ലാഭം നേടിയിരുന്നു. എന്നാൽ ചൈനയിലേക്ക് ഇറക്കുമതി ഇല്ലാത്തതിനാൽ യൂറോപ്യൻ വ്യാപാരികൾക്ക് അമിതമായ നഷ്ടം സംഭവിച്ചു. ഇത് പരിഹരിക്കാനായി ഇംഗ്ലീഷ് വ്യാപാരികൾ ചൈനയിലേക്ക് ലഹരി പദാർത്ഥമായ കറുപ്പ് ഇറക്കുമതി ചെയ്തു. കറുപ്പിന്റെ അമിതമായ ഇറക്കുമതി ചൈനയുടെ വ്യാപാരത്തെയും ഇതിന്റെ ഉപയോഗം ചൈനീസ് ജനതയുടെ മാനസിക നിലയെയും പ്രതികൂലമായി ബാധിച്ചു. ഇതോടെ സാമ്പത്തികമായും മാനസികമായും ചൈനക്കാർ അടിമത്തത്തിലായി. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് തുറന്ന വാതിൽ നയം. PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. PSC ഇങ്ങനെയാണ് ചോദിച്ചത്: തുറന്ന വാതിൽ നയം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ചൈനീസ് വിപ്ലവം. നമുക്ക് നോക്കാം എന്താണ് തുറന്ന വാതിൽ നയം എന്നുള്ളത്. തുറന്ന വാതിൽ നയം കൊണ്ടുവന്ന രാജ്യം അമേരിക്ക. തുറന്ന വാതിൽ നയം കൊണ്ടുവന്ന രാജ്യം ഏതാണ്? അമേരിക്ക. എവിടെയാ കൊണ്ടുവന്നത്? ചൈനയില്. തുറന്ന വാതിൽ നയം പ്രഖ്യാപിച്ച അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ ഹേയ് ആണ്. പഠിച്ചോളനെ. തുറന്ന വാതിൽ നയം പ്രഖ്യാപിച്ച അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആരാണ്? ജോൺ ഹേയ് ആണ്. അമേരിക്ക തുറന്ന വാതിൽ നയം കൊണ്ടുവരാനുള്ള കാരണം എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അമേരിക്ക തുറന്ന വാതിൽ നയം കൊണ്ടുവരാനുള്ള കാരണം: 19-ാം നൂറ്റാണ്ടോടുകൂടി നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ചൈനയിൽ വ്യാപാര ആനുകൂല്യങ്ങൾ കരസ്ഥമാക്കുവാൻ കഴിഞ്ഞു. ഈ സമയത്ത് ചൈനയിൽ ശ്രദ്ധ ചെലുത്താൻ കഴിയാത്ത അമേരിക്കയ്ക്ക് ആനുകൂല്യങ്ങൾ ലഭിച്ചില്ല. ചൈനയിലെ വ്യാപാര ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അമേരിക്ക നടപ്പിലാക്കിയതാണ് തുറന്ന വാതിൽ നയം എന്നുള്ളത്. ഒന്നുകൂടി പറഞ്ഞുതരാം. എന്താണ് തുറന്ന വാതിൽ നയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തിനാണത് കൊണ്ടുവന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അമേരിക്ക 19-ാം നൂറ്റാണ്ടോടുകൂടി നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ചൈനയിലെ വ്യാപാര ആനുകൂല്യങ്ങൾ കരസ്ഥമാക്കാൻ കഴിഞ്ഞു. എന്നാൽ ഈ സമയത്ത് ചൈനയിൽ ശ്രദ്ധ ചെലുത്താൻ കഴിയാത്ത അമേരിക്കയ്ക്ക് ആനുകൂല്യങ്ങൾ ലഭിച്ചില്ല. ചൈനയിലെ വ്യാപാര ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി അമേരിക്ക തുറന്ന വാതിൽ നയം കൊണ്ടുവന്നത്. പഠിക്കുക. ഇനി തുറന്ന വാതിൽ നയപ്രകാരം എന്തൊക്കെയാണ് അമേരിക്ക ചൈനയുടെ മേൽ അടിച്ചേൽപ്പിച്ചതെന്ന് നോക്കണ്ടേ സുഹൃത്തുക്കളെ? നമുക്ക് നോക്കാം. ചൈനയുടെ കമ്പോളങ്ങളിൽ എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവകാശവും അവസരവുമുണ്ട് എന്ന് അമേരിക്ക വാദിച്ചു. ചൈനയുടെ കമ്പോളങ്ങളിലെ എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവകാശവും അവസരവുമുണ്ട് എന്ന് അമേരിക്ക വാദിച്ചു. ചൈന വിവിധ രാജ്യങ്ങളുടെ സ്വാധീന മേഖലകളായി വിഭജിക്കപ്പെട്ടു. അമേരിക്കയ്ക്ക് ചൈനയിൽ ഇടപെടാൻ അവസരമൊരുക്കുകയും ചെയ്തു. തുറന്ന വാതിൽ നയം എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ഒന്നുകൂടി പറയാം. തുറന്ന വാതിൽ നയപ്രകാരം അമേരിക്ക ചൈനയിൽ എന്തൊക്കെയാണ് കൊണ്ടുവന്നതെന്ന് ചോദിച്ചാല്, ചൈനയുടെ കമ്പോളങ്ങളിൽ എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവകാശവും അവസരവും ഉണ്ട് എന്ന് അമേരിക്ക തുറന്ന വാതിൽ നയപ്രകാരം വാദിച്ചു. ചൈന വിവിധ രാജ്യങ്ങളുടെ സ്വാധീന മേഖലകളായി വിഭജിക്കപ്പെട്ടു. അമേരിക്കയ്ക്ക് ചൈനയിൽ ഇടപെടാൻ അവസരം ഒരുക്കി കൊടുത്തു എന്ന് തുറന്ന വാതിൽ നയം. പഠിക്കുക. അടുത്തതായി നമുക്ക് നോക്കാനുള്ളതാണ് ബോക്സർ കലാപം. സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക. ബോക്സർ കലാപം. ചൈന ഭരിച്ചിരുന്ന മഞ്ചു രാജവംശത്തിനെതിരെ ചൈനയിൽ പ്രവർത്തിച്ചിരുന്ന രഹസ്യ സംഘടനകൾ 1900-ൽ കലാപം സംഘടിപ്പിച്ചു. ഇതിനെ ബോക്സർ കലാപം എന്ന പേരിൽ അറിയപ്പെടുന്നു. വർഷം പഠിച്ചോളനെ. 1900. ചൈന ഭരിച്ചിരുന്ന മഞ്ചു രാജവംശത്തിനെതിരെ ചൈനയിൽ തന്നെ പ്രവർത്തിച്ചിരുന്ന രഹസ്യ സംഘടനകൾ 1900-ൽ കലാപം സംഘടിപ്പിച്ചു. ഇതിനെ ബോക്സർ കലാപം എന്ന പേരിൽ അറിയപ്പെടുന്നു. കലാപകാരികൾ ബോക്സർമാരുടെ മുഷ്ടിയുടെ രൂപത്തിലുള്ള മുദ്രയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അതിനാലാണ് ഈ പേര് ലഭിക്കുവാൻ കാരണം. അപ്പോൾ ബോക്സർ കലാപത്തിന് ആ പേര് ലഭിക്കാൻ കാരണം എന്തെന്ന് ചോദിച്ചാല്, കലാപകാരികള് ബോക്സർമാരുടെ മുഷ്ടിയുടെ രൂപത്തിലുള്ള മുദ്രയായിരുന്നു കലാപത്തിനായിട്ട് ഉപയോഗിച്ചിരുന്നത്. ഇതിനാലാണ് ബോക്സർ കലാപത്തിന് ആ പേര് ലഭിച്ചത്. ബോക്സർ കലാപം വിജയം കാണുന്നതിന് മുന്നേ തന്നെ മഞ്ചു രാജവംശം അടിച്ചമർത്തി. പഠിച്ചോണേ. ബോക്സർ കലാപം വിജയമല്ലായിരുന്നു. ബോക്സർ കലാപം അടിച്ചമർത്തപ്പെട്ടു. ആരടിച്ചമർത്തി? മഞ്ചു രാജവംശം അടിച്ചമർത്തി. ഇനി എന്തിനാണ് ഈ ബോക്സർ കലാപം ഉണ്ടായതെന്ന് പഠിക്കേണ്ട സുഹൃത്തുക്കളെ നമുക്ക് നോക്കാം. ബോക്സർ കലാപം ഉണ്ടാകാനുള്ള കാരണം: ചൈന ഭരിച്ചിരുന്ന മഞ്ചു രാജവംശം വിദേശ ഇടപെടലിനും ആധിപത്യത്തിനും അനുകൂലമായ നിലപാടുകൾ സ്വീകരിച്ചതാണ് ബോക്സർ കലാപം ഉണ്ടാകുന്നതിന് കാരണം. ബോക്സർ കലാപം ഉണ്ടാകുന്നതിന് കാരണം എന്താണ്? ചൈന ഭരിച്ചിരുന്ന
മഞ്ജു രാജവംശം വിദേശ ഇടപെടലിനും ആധിപത്യത്തിനും അനുകൂലമായ നിലപാടുകൾ സ്വീകരിച്ചതാണ് ബോക്സർ കലാപം ഉണ്ടാകുന്നതിന് കാരണമായത്. പഠിക്കുക. സന്യാട്സനും ചൈനീസ് വിപ്ലവവുമാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. സന്യാട്സനും ചൈനീസ് വിപ്ലവവുമാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം സന്യാട്സൻ എന്തൊക്കെയാണ് ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട് ചെയ്തതെന്ന്. സന്യാട്സന്റെ നേതൃത്വത്തിൽ ചൈനീസ് വിപ്ലവം നടന്ന വർഷം 1911. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, പഠിക്കുക. സന്യാട്സന്റെ നേതൃത്വത്തിൽ ചൈനീസ് വിപ്ലവം നടന്ന വർഷം 1911. ചൈനീസ് രാജവംശമായ മഞ്ജു രാജവംശത്തിന്റെ പതനത്തിന് കാരണമായ വിപ്ലവം എന്നറിയപ്പെടുന്നത് ചൈനീസ് വിപ്ലവം. ചൈനീസ് രാജവംശമായ മഞ്ജു രാജവംശത്തിന്റെ പതനത്തിന് കാരണമായ വിപ്ലവം എന്ന് ചോദിച്ചാൽ അത് ചൈനീസ് വിപ്ലവമാണ്. ദക്ഷിണ ചൈനയിൽ സന്യാട്സൻ രൂപീകരിച്ച പാർട്ടിയാണ് കുമിന്താങ് പാർട്ടി. ഏറ്റവും കൂടുതൽ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. കുമിന്താങ് പാർട്ടി രൂപീകരിച്ച വ്യക്തിയാരെന്ന് ഉത്തരം സന്യാട്സൻ ആണ്. ദക്ഷിണ ചൈനയിലെ സന്യാട്സൻ രൂപീകരിച്ച പാർട്ടി അറിയപ്പെടുന്ന പേരാണ് കുമിന്താങ് പാർട്ടി. ചൈനയിൽ റിപ്പബ്ലിക് ഭരണം സ്ഥാപിച്ച ആദ്യത്തെ പാർട്ടി ഏത് എന്ന് ചോദിച്ചാൽ അത് കുമിന്താങ് പാർട്ടിയാണ്. പഠിച്ചോണേ, ചൈനയില് റിപ്പബ്ലിക് ഭരണം സ്ഥാപിച്ച ആദ്യത്തെ പാർട്ടി അല്ലെങ്കിൽ ഫസ്റ്റ് പാർട്ടി എന്ന് ചോദിച്ചാൽ അത് കുമിന്താങ് പാർട്ടിയാണ്. സന്യാട്സന്റെ പ്രാധാന്യം നൽകിയിരുന്ന 3 ആശയങ്ങളായിരുന്നു ദേശീയത, സോഷ്യലിസം. സന്യാട്സൻ പ്രാധാന്യം നൽകിയിരുന്ന 3 ആശയങ്ങൾ ഏതൊക്കെയാണ് സുഹൃത്തുക്കളെ? ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. ഇങ്ങനെ 3 പ്രധാനപ്പെട്ട ആശയങ്ങളിൽ ഉറച്ചു നിന്ന വ്യക്തിയായിരുന്നു ആര്? സന്യാസൻ എന്നുള്ളത് പഠിക്കുക. ഇനി സന്യാസന്റെ ആശയങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന LD എക്സാമിന് കൃത്യമായിട്ട് ചോദിച്ചതാണ് സന്യാസന്റെ ആശയങ്ങൾ. ഇത് എവിടെ നിന്നാണ് PSC കോപ്പി പേസ്റ്റ് ചെയ്തതെന്ന് ചോദിച്ചാല് നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു സന്യാസന്റെ ആശയങ്ങളെ പറ്റി. അവിടെ നിന്ന് PSC അതുപോലെ കോപ്പി പേസ്റ്റ് ചെയ്ത് ചോദിച്ചതാണ്. നമുക്ക് നോക്കാം സന്യാസന്റെ ആശയങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത്. മഞ്ചൂറിയൻ പ്രദേശക്കാരായ മഞ്ജു രാജവംശത്തെയും സാമ്രാജ്യ ശക്തികളെയും പുറത്താക്കുക. മഞ്ചൂറിയൻ പ്രദേശക്കാരായ മഞ്ജു രാജവംശത്തെയും സാമ്രാജ്യ ശക്തികളെയും പുറത്താക്കുക. ജനാധിപത്യം സ്ഥാപിക്കുക. ജനാധിപത്യം സ്ഥാപിക്കുക. മൂലധനത്തെ നിയന്ത്രിക്കുകയും ഭൂമി തുല്യമായി വിതരണം നടത്തുകയും ചെയ്യുക. മൂലധനം നിയന്ത്രിക്കുകയും ഭൂമി തുല്യമായി വിതരണം നടത്തുകയും ചെയ്യുക. ഈ 3 പോയിന്റാണ് PSC കഴിഞ്ഞ എക്സാമിന് ചോദിച്ചത്. അതുകൊണ്ട് പഠിച്ചിട്ട് പോവുക സുഹൃത്തുക്കളെ. ടെക്സ്റ്റ് ബുക്ക് അത്രയും ഇമ്പോർട്ടന്റ് ആണ്. മഞ്ചൂറിയൻ പ്രദേശക്കാരായ മഞ്ജു രാജവംശത്തെയും സാമ്രാജ്യ ശക്തികളെയും പുറത്താക്കുക. ജനാധിപത്യം സ്ഥാപിക്കുക. മൂലധനത്തെ നിയന്ത്രിക്കുകയും ഭൂമി തുല്യമായി വിതരണം നടത്തുകയും ചെയ്യുക. ഇതായിരുന്നു സന്യാസന്റെ പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്ന് പറയുന്നത്. പടിഞ്ഞാറൻ രാഷ്ട്രങ്ങളുമായി സമത്വം വേണമെന്നാവശ്യപ്പെട്ട സന്യാസൻ ചൈനയുമായി വിദേശികൾ ഒപ്പിട്ട അന്യായമായ ഉടമ്പടികളെല്ലാം റദ്ദാക്കുവാൻ തീരുമാനിച്ചു. പടിഞ്ഞാറൻ രാഷ്ട്രങ്ങളുമായിട്ട് സമത്വം ആവശ്യപ്പെട്ട് സന്യാസൻ ചൈനയുമായി വിദേശികൾ ഒപ്പിട്ട അല്ലെ വിദേശ രാജ്യങ്ങൾ ഒപ്പിട്ട അന്യമായ ഉടമ്പടികൾ റദ്ദാക്കാൻ തീരുമാനിച്ചു. കൃഷിയുടെയും വ്യവസായത്തിന്റെയും പുരോഗതിക്ക് ആവശ്യമായ നടപടികൾ കുമിന്താങ് റിപ്പബ്ലിക് സ്വീകരിച്ചു. കൃഷിയുടെയും വ്യവസായത്തിന്റെയും പുരോഗതിക്ക് ആവശ്യമായ നടപടികൾ കുമിന്താങ് റിപ്പബ്ലിക് സ്വീകരിച്ചു. റഷ്യയുടെ സഹായം വിവിധ മേഖലകളിൽ ചൈനയ്ക്ക് ലഭിക്കുകയും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമാവുകയും ചെയ്തു. റഷ്യയുടെ സഹായം വിവിധ മേഖലകളിൽ ചൈനയ്ക്ക് ലഭിക്കുകയും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമാവുകയും ചെയ്തു. പഠിക്കുക. ആദ്യകാലങ്ങളിൽ കുമിന്താങ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സഹകരിച്ചാണ് മുന്നോട്ട് പോയത്. ഇമ്പോർട്ടന്റ് പോയിന്റ്. ആദ്യകാലങ്ങളില് കുമിന്താങ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സഹകരിച്ചാണ് മുന്നോട്ട് പോയതെങ്കിലും സന്യാസന്റെ മരണത്തെ തുടർന്ന് ചിയാങ് കൈഷക് ഭരണത്തലവനായി വന്നതോടുകൂടി ഈ സഹകരണം ഇല്ലാതാവുകയാണ് ചെയ്തത്. സന്യാസന്റെ മരണത്തെ തുടർന്ന് ചിയാങ് കൈഷക് കുമിന്താങ് പാർട്ടിയുടെ തലപ്പത്ത് വരികയും അല്ലെങ്കിൽ ഭരണത്തലവനായി മാറുകയും ഇതോടുകൂടി ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ടുള്ള സഹകരണം നഷ്ടപ്പെടുകയും ചെയ്തു. അപ്പൊ പുതിയൊരു പേര് വന്നിട്ടുണ്ട്, ചിയാങ് കൈഷക്. ആരാണെന്ന് നമുക്ക് നോക്കാം. ചിയാങ് കൈഷക് ആരാ സുഹൃത്തുക്കളെ? ചിയാങ് കൈഷക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചൈനയിൽ സൈനിക ഏകാധിപത്യ ഭരണത്തിന് തുടക്കം കുറിച്ച ഭരണാധികാരിയാണ് ചിയാങ് കൈഷക്. ചില്ലറക്കാരനല്ല കേട്ടോ. ചൈനയിലെ സൈനിക ഏകാധിപത്യ ഭരണത്തിന് തുടക്കം കുറിച്ച ഭരണാധികാരിയാണ്
ചിയാങ് കൈഷക്ക്. ചിയാങ് കൈഷക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായുള്ള സഹകരണം ഉപേക്ഷിച്ചു. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ചിയാങ് കൈഷക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായുള്ള സഹകരണം ഉപേക്ഷിച്ചു. അമേരിക്ക അടക്കമുള്ള വിദേശ രാജ്യങ്ങൾക്ക് ചൈനയിൽ യഥേഷ്ടം ഇടപെടാൻ അവസരം ഒരുക്കി കൊടുത്തു. ആരാണ്? ചിയാങ് കൈഷക്ക്. അമേരിക്ക അടക്കമുള്ള വിദേശ രാജ്യങ്ങൾക്ക് ചൈനയിൽ യഥേഷ്ടം ഇടപെടാനായിട്ടുള്ള അവസരം ഒരുക്കി കൊടുത്തു. ആരാണ്? ചിയാങ് കൈഷക്ക്. അക്കാലത്ത് ചൈനയുടെ കൽക്കരി, ഇരുമ്പ് വ്യവസായങ്ങൾ, ബാങ്കിങ്, വിദേശ വ്യാപാരം എന്നീ മേഖലകളിൽ എല്ലാം നിയന്ത്രിച്ചിരുന്നത് വിദേശ രാജ്യങ്ങളായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണേ. അക്കാലത്ത് ചൈനയുടെ കൽക്കരി, ഇരുമ്പ് വ്യവസായങ്ങള്, ബാങ്കിങ്, വിദേശ വ്യാപാരം വരെ എല്ലാം നിയന്ത്രിച്ചിരുന്നത് വിദേശ രാജ്യങ്ങളായിരുന്നു. ചിയാങ് കൈഷക്ക് നയങ്ങളെ കമ്മ്യൂണിസ്റ്റുകൾ എതിർക്കുന്നതിനെ തുടർന്ന് അവരെ ക്രൂരമായി നേരിടുകയും വധിക്കുകയും ചെയ്തു. ചിയാങ് കൈഷക്കിന്റെ നയങ്ങളെ കമ്മ്യൂണിസ്റ്റുകൾ ശക്തമായി എതിർക്കുകയും അങ്ങനെ എതിർത്തവരെ ക്രൂരമായി നേരിടുകയും അതുപോലെ തന്നെ അവരെ കൊന്നുകളയുകയും ചെയ്തു. ആരാണ്? ചിയാങ് കൈഷക്ക് എന്ന് പറയുന്നത് പഠിക്കുക. അതിനുശേഷം ചൈന കണ്ട സമുന്നതനായ നേതാവാണ് മാവോ സേതുങ്. നമുക്ക് നോക്കാം മാവോ സേതുങ് എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളത്. ഓക്കെ സുഹൃത്തുക്കളെ, ആരെ പറ്റിയാ പറയുന്നത്? മാവോ സേതുങ്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തനായ നേതാവ് എന്നറിയപ്പെടുന്നത് മാവോ സേതുങ് ആണ്. ഇത്ര നേരം നമ്മൾ പറഞ്ഞത് കുമിന്താങ് പാർട്ടിയെ പറ്റിയാണ്. ഇപ്പൊ നമ്മൾ പറയുന്നത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റിയാണ്. ശ്രദ്ധിക്കുക, ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തനായ നേതാവ് എന്നറിയപ്പെടുന്നത് മാവോ സേതുങ് ആണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളതാണ് ലോങ് മാർച്ച് എന്നുള്ളത്. എന്താണ് ലോങ് മാർച്ച് എന്നുള്ളത്? നമുക്ക് നോക്കാം. മാവോ സേതുങ്ങിന്റെ നേതൃത്വത്തിൽ തെക്കൻ ചൈനയിലെ കിയാങ്സിയിൽ നിന്നും വടക്കൻ പടിഞ്ഞാറൻ യേനാനിൽ വരെ 12,000 കിലോമീറ്റർ സഞ്ചരിച്ച യാത്രയാണ് ലോങ് മാർച്ച് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് ലോങ് മാർച്ച് എന്ന് ചോദിച്ചാല്, മാവോ സേതുങ്ങിന്റെ നേതൃത്വത്തില് തെക്കൻ ചൈനയിലെ കിയാങ്സിയിൽ നിന്നും വടക്ക് പടിഞ്ഞാറൻ യേനായിൻ വരെ 12,000 കിലോമീറ്റർ സഞ്ചരിച്ച യാത്ര അറിയപ്പെടുന്ന പേരാണ് ലോങ് മാർച്ച്. ലോങ് മാർച്ച് നടന്ന വർഷം 1934 ആരംഭിക്കുന്നു, 1935 അവസാനിക്കുന്നു കേട്ടോ. ലോങ് മാർച്ച് നടന്ന വർഷം ചോദിച്ചാൽ 1934 ആരംഭിച്ച് 1935 അവസാനിക്കുകയും ചെയ്തു. ഈ ലോങ് മാർച്ച് ഇങ്ങനെ നടന്നാൽ ചുമ്മാ അങ്ങ് ചെയ്യുവാണോ സുഹൃത്തുക്കളെ അവർ ചെയ്തത്? അല്ല. ലോങ് മാർച്ച് സമയത്ത് മറ്റൊരു സംഭവം ഉണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ നിരവധി പ്രതിബന്ധങ്ങൾ തരണം ചെയ്തുകൊണ്ടുള്ള സാഹസികമായ ഈ യാത്രയിൽ ധാരാളം കൃഷിഭൂമിയും അനേകം ഗ്രാമങ്ങളും പ്രഭുക്കന്മാരിൽ നിന്ന് പിടിച്ചെടുക്കുകയും കർഷകർക്ക് നൽകുകയും ചെയ്തു. ആരാണ്? നമ്മുടെ മാവോ സേതുങ് കേട്ടോ. അപ്പൊ മാവോ സേതുങ് വെറുതെ അല്ല ലോങ് മാർച്ച് നടത്തിയത്. 1934 ലോങ് മാർച്ച് നടത്തി, 1935 ലോങ് മാർച്ച് അവസാനിച്ചു. 12,000 കിലോമീറ്ററോളം അവർ സഞ്ചരിച്ചു. ഈ സഞ്ചരിച്ച വഴികളിലുള്ള ഗ്രാമങ്ങളും കൃഷിഭൂമികളെല്ലാം പ്രഭുക്കന്മാരിൽ നിന്നും പിടിച്ചെടുത്തിട്ട് കർഷകർക്ക് നൽകിയ ആരാണ്? ഈ മാവോ സേതുങ് എന്ന് പറയുന്ന ഭരണാധികാരി. കുമിന്താങ് ഭരണം പിടിച്ചെടുക്കുന്നതിന് വേണ്ടി മാവോ സേതുങ് രൂപീകരിച്ച സൈന്യമാണ് ചുവപ്പ് സേന. PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ. കുമിന്താങ് ഭരണം പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് മാവോ സേതുങ് രൂപീകരിച്ച സൈന്യമാണ് ചുവപ്പ് സേന എന്ന പേരിൽ അറിയപ്പെടുന്നത്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണം കൈയടക്കിയതോടെ ചിയാങ് കൈഷക്ക് പ്രാണരക്ഷാർത്ഥം തായ്വാനിൽ രാഷ്ട്രീയ അഭയം തേടുകയാണ് ചെയ്തത്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് മാവോ സേതുങ്ങിന്റെ നേതൃത്വത്തിൽ ശക്തി പ്രാപിക്കുകയും അവരെന്ത് ചെയ്തു? ചുവപ്പ് സേന എന്ന് പറയുന്ന ഒരു സൈന്യത്തെ രൂപീകരിക്കുകയും ഈ സൈന്യത്തെ ഉപയോഗിച്ച് കുമിന്താങ്ങിന്റെ ഭരണം പിടിച്ചെടുക്കുകയും ചെയ്തു. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണം കൈയടക്കിയതോടെ ചിയാങ് കൈഷക്ക് എന്ത് ചെയ്തു? പ്രാണരക്ഷാർത്ഥം തായ്വാനിലെ രാഷ്ട്രീയ അഭയം തേടുകയും ചെയ്തു. മാവോ സേതുങ്ങിന്റെ നേതൃത്വത്തിൽ ചൈന റിപ്പബ്ലിക് ആയ വർഷം 1949 ഒക്ടോബർ 1. ഇമ്പോർട്ടന്റ് പോയിന്റ്. മാവോ സേതുങ്ങിന്റെ നേതൃത്വത്തിലെ ചൈന റിപ്പബ്ലിക് ആയ വർഷം ചോദിച്ചാൽ 1949 ഒക്ടോബർ മാസം 1 തീയതിയാണ് പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് മൗണ്ടൻസ് ആൻഡ് പാസസ്. ഇവിടെ നമ്മൾ പ്രധാനപ്പെട്ട 4 പാസസ് അല്ലെങ്കിൽ ചുരങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. അതും ഹിമാലയവുമായി ബന്ധപ്പെട്ട ചുരങ്ങളാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. 4 പ്രധാനപ്പെട്ട ചുരങ്ങൾ. ഇത് എന്തുകൊണ്ടാണ് ഈ 4 ചുരങ്ങൾ പ്രധാനമായത് എന്ന് ചോദിച്ചാൽ നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് പറഞ്ഞിരിക്കുന്ന 4 ചുരങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് ഈ 4 ചുരങ്ങളും പഠിച്ചിട്ട് വേണം ബാക്കിയുള്ള ചുരങ്ങൾ പഠിക്കാനായിട്ട്. നമുക്ക് നോക്കാം മൗണ്ടൻ പാസസ് അല്ലെങ്കിൽ ഹിമാലയൻ ചുരങ്ങളെ പറ്റി. ഹിമാലയൻ ചുരങ്ങൾ എന്താണ് സുഹൃത്തുക്കളെ? ചുരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർവ്വതനിരകൾ മുറിച്ചു കടക്കാൻ സഹായകരമായ സ്വാഭാവിക മലയിടുക്കുകൾ അറിയപ്പെടുന്ന പേരാണ് ചുരങ്ങൾ അഥവാ പാസസ് എന്നുള്ളത്.
പർവ്വതനിരകള് മുറിച്ചു കടക്കാൻ സഹായകരമായ സ്വാഭാവിക മലയിടുക്കുകളാണ് ചുരങ്ങൾ എന്ന പേരിൽ അല്ലെങ്കിൽ പാസസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അമ്പരചുംബികളായ പർവ്വതനിരകൾക്ക് ഇരുവശവുമുള്ള ജനസംസ്കാരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഇത്തരം ചുരങ്ങളാണ്. അമ്പരചുംബികളായ പർവ്വതനിരകൾക്ക് ഇരുവശത്തുമുള്ള ജനങ്ങളുടെ സംസ്കാരങ്ങൾ അല്ലെങ്കിൽ ജനസംസ്കാരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഇത്തരം ചുരങ്ങളാണ്. അപ്പൊ ചുരങ്ങളുടെ ഉപയോഗം മനസ്സിലായേ? അപ്പോൾ എന്താണ് ചുരങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് പർവ്വതനിരകൾ മുറിച്ചു കടക്കാൻ സഹായകരമായ സ്വാഭാവികമായ മലയിടുക്കുകൾ അറിയപ്പെടുന്ന പേരാണ് ചുരങ്ങൾ അഥവാ പാസസ് എന്നുള്ളത്. അമ്പരചുംബികളായ പർവ്വതനിരകൾക്ക് ഇരുവശവുമുള്ള ജനസംസ്കാരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഇത്തരം ചുരങ്ങളാണ്. പഠിക്കുക. ഹിമാലയത്തിന്റെ ഭാഗമായുള്ള പ്രധാന ചുരങ്ങളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക. ആദ്യമായി പഠിക്കാനുള്ളതാണ് ലിപുലേക്ക് ചുരം. എന്താണ് ലിപുലേക്ക് ചുരം? ഉത്തരാഖണ്ഡ് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ഹിമാലയത്തിന്റെ ഭാഗമായ പ്രശസ്തമായ ചുരമാണ് ലിപുലേക്ക് ചുരം. ഉത്തരാഖണ്ഡ് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ഹിമാലയത്തിന്റെ ഭാഗമായ പ്രശസ്തമായ ചുരമാണ് ലിപുലേക്ക് ചുരം. 5000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ചുരമാണ് ലിപുലേക്ക് ചുരം. പഠിച്ചോളനെ, 5000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ചുരമാണ് ലിപുലേക്ക് ചുരം. ഉത്തരാഖണ്ഡിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ലിപുലേക്ക് ചുരം. ഉത്തരാഖണ്ഡിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്ന ചുരം എന്ന് ചോദിച്ചാൽ അത് ലിപുലേക്ക് ചുരമാണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം. നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ലിപുലേക്ക് ചുരമാണ്. ഉത്തരാഖണ്ഡ് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ഹിമാലയത്തിന്റെ ഭാഗമായുള്ള പ്രശസ്തമായ ചുരമാണ് ലിപുലേക്ക് ചുരം. 5000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ചുരമാണ് ലിപുലേക്ക് ചുരം. ഉത്തരാഖണ്ഡിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ലിപുലേക്ക് ചുരം. പഠിക്കുക. കൈലാസ് മാനസ സരോവർ യാത്രയ്ക്ക് തീർത്ഥാടകരെ സഹായിക്കുന്ന ചുരം എന്ന് ചോദിച്ചാൽ ലിപുലേക്ക് ചുരമാണ്. അല്ലെങ്കിൽ തീർത്ഥാടകർ ഏത് ചുരം വഴിയാണ് കടക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് ലിപുലേക്ക് ചുരം വഴിയാണ്. കൈലാസ യാത്രയുണ്ടല്ലോ സുഹൃത്തുക്കളെ, നമ്മുടെ കൈലാസ യാത്ര, അത് തന്നെയാണ് പറഞ്ഞത് കേട്ടോ. കൈലാസ് മാനസ സരോവർ യാത്രയ്ക്ക് തീർത്ഥാടകരെ സഹായിക്കുന്ന ചുരം എന്ന് ചോദിച്ചാൽ ലിപുലേക്ക് ചുരമാണ്. കാളി നദിയുടെ ഭാഗമായ കാലാപാനി നദി ഉത്ഭവിക്കുന്നത് ലിപുലേക്ക് ചുരത്തിന് കീഴ്ഭാഗത്ത് നിന്നുമാണ്. പഠിച്ചോളനെ, കാളി നദിയുടെ ഭാഗമായ കാലാപാനി നദി ഉത്ഭവിക്കുന്നത് ലിപുലേക്ക് ചുരത്തിന് കീഴ്ഭാഗത്ത് നിന്നുമാണ്. ഇന്ത്യ, നേപ്പാൾ, ചൈന എന്നീ രാജ്യങ്ങളുടെ അതിർത്തി രേഖകൾ കൂട്ടിമുട്ടുന്ന ട്രൈ ജംഗ്ഷനിലൂടെ കടന്നു പോകുന്ന ചുരമാണ് ലിപുലേക്ക് ചുരം. അത് തന്നെയാണ് ആ ചുരത്തിന്റെ ഇമ്പോർട്ടൻസ്. വേറൊന്നുമില്ല. ഇന്ത്യയുടെയും നേപ്പാളിന്റെയും അതുപോലെ തന്നെ ചൈനയുടെയും കൂടെ അതിർത്തി ഒരു പോയിന്റിൽ വരുമ്പോൾ ഇതുപോലെ അങ്ങ് ഒന്നിക്കും. ഈ പോയിന്റിലൂടെ കടന്നു പോകുന്ന ചുരമാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ ലിപുലേക്ക് ചുരം എന്ന് പറയുന്നത്. ഈ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് ട്രൈ ജംഗ്ഷൻ എന്ന് പറയും. എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ട്രൈ ജംഗ്ഷൻ എന്ന പേരില് നമ്മൾ വിളിക്കുന്നു. പഠിക്കുക. ഇന്ത്യ ചൈന വ്യാപാരത്തിന് പ്രശസ്തമായ 3 ചുരങ്ങളിൽ ഒന്നാണ് ലിപുലേക്ക് ചുരം. പഠിച്ചോളനെ, ഇന്ത്യ ചൈന വ്യാപാരത്തിന്റെ പ്രശസ്തമായിട്ടുള്ള 3 ചുരങ്ങളിൽ ഒരു ചുരമാണ് ആരെന്ന് പറയുന്നത്? ലിപുലേക്ക് ചുരം എന്ന് പറയുന്നത്. പഠിക്കുക. അടുത്തതാണ് ഷിപ്കില ചുരം. രണ്ടാമത്തെ ചുരം ഏതാ സുഹൃത്തുക്കളെ? ഷിപ്കില ചുരം. ഹിമാചൽ പ്രദേശ് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ചുരമാണ് ഷിപ്കില ചുരം. ഹിമാചൽ പ്രദേശ് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ചുരമാണ് ഷിപ്കില ചുരം. സത്ലജ് മലയിടുക്കുകളുടെ ഭാഗമായി കാണപ്പെടുന്ന ചുരം എന്ന് ചോദിച്ചാൽ അത് ഷിപ്കില ചുരമാണ്. PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. സത്ലജ് മലയിടുക്കുകളുടെ ഭാഗമായി കാണപ്പെടുന്ന ചുരം എന്ന് ചോദിച്ചാൽ അത് ഷിപ്കില ചുരമാണ്. ഷിപ്കില ചുരം ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഷിപ്കില ചുരം ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയുമായി ബന്ധിപ്പിക്കുന്നു. ഇന്ത്യയിലെ ഹിമാചൽ പ്രദേശിലെ കിനൗർ ജില്ലയിലെയും ചൈനയിലെ ടിബറ്റിന്റെ ഭാഗമായുള്ള നഗാരി പ്രദേശത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണിത്. ഇത് PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ത്യയിലെ ഹിമാചൽ പ്രദേശിലെ കിനൗർ ജില്ലയെയും ചൈനയുടെ ഭാഗമായുള്ള ടിബറ്റിലെ നഗാരി പ്രദേശത്തെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഷിപ്കില ചുരം എന്ന് പറയുന്നത്. ഇന്ത്യ ചൈന വ്യാപാരത്തിന്റെ പ്രശസ്തമായ 3 ചുരങ്ങളിൽ ഒന്നാണ് ആരെന്ന് പറഞ്ഞത്? ഷിപ്കില ചുരം എന്ന് പറഞ്ഞത്. പഠിക്കുക. അടുത്തതാണ് നഥുല ചുരം. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നഥുല ചുരത്തിന്റെ പ്രത്യേകത എന്ന്. സിക്കിം സംസ്ഥാനത്തിന്റെ ഭാഗമായി സ്ഥിതി ചെയ്യുന്ന ചുരമാണ് നഥുല ചുരം. സിക്കിം സംസ്ഥാനത്തിന്റെ ഭാഗമായി സ്ഥിതി ചെയ്യുന്ന ചുരമാണ് നഥുല ചുരം. നഥുല ചുരം ബന്ധിപ്പിക്കുന്നത് സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിലാണ്. നഥുല ചുരം ബന്ധിപ്പിക്കുന്നത് സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിലാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ. പണ്ടുകാലത്ത് സിൽക്ക് റൂട്ട് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ചുരം എന്ന് ചോദിച്ചാൽ നഥുല ചുരം. വീണ്ടും വന്നിരിക്കുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻ. പണ്ടുകാലത്ത് സിൽക്ക് റൂട്ട് അല്ലെങ്കിൽ പട്ട് റൂട്ട് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന അല്ലെങ്കിൽ പട്ടുപാത എന്ന പേരിലൊക്കെ അറിയപ്പെട്ട ചുരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നഥുല ചുരമാണ്.
ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാര ബന്ധത്തിന് സഹായകമായിരുന്ന ചുരം എന്ന് ചോദിച്ചാൽ അത് നതുല ചുരമാണ്. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാര ബന്ധത്തിന് സഹായമായിരുന്ന ചുരം എന്ന് ചോദിച്ചാൽ അത് നതുല ചുരമായിരുന്നു. ഇൻഡോ ചൈന അതിർത്തി തർക്കം മൂലം അടച്ചിട്ടിരുന്ന നതുല ചുരം 2006 വീണ്ടും തുറക്കപ്പെട്ടത്. ഇൻഡോ ചൈന അതിർത്തി തർക്കം മൂലം അടച്ചിട്ടിരുന്ന നതുല ചുരം 2006 വീണ്ടും തുറക്കപ്പെട്ടത്. സിക്കിം സംസ്ഥാനത്തിന്റെ കിഴക്കേ അതിരി സ്ഥിതി ചെയ്യുന്ന ചുരമാണ് നതുല ചുരം. പഠിച്ചോളനെ, സിക്കിം സംസ്ഥാനത്തിന് കിഴക്കേ അതിരിലായി സ്ഥിതി ചെയ്യുന്ന ചുരമാണ് നതുല ചുരം എന്ന് പറയുന്നത്. ലിസണിംഗ് ഇയേഴ്സ് എന്ന് അർത്ഥം വരുന്ന ചുരം എന്ന് ചോദിച്ചാൽ അത് നതുല ചുരമാണ്. പഠിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ലിസണിംഗ് ഇയേഴ്സ് എന്ന് അർത്ഥം വരുന്ന ചുരം എന്ന് ചോദിച്ചാൽ അത് നതുല ചുരമാണ്. പഠിക്കുക, ഒന്നുകൂടി പറയാം. ലിസണിംഗ് ഇയേഴ്സ് എന്ന അർത്ഥം വരുന്ന ചുരം എന്ന് ചോദിച്ചാൽ അത് നതുല ചുരമാണ്. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് സോജില ചുരം. എന്താണ് സോജില ചുരം? ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് സോജില ചുരം. ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് സോജില ചുരം. ഇല്ലെന്നുണ്ടെങ്കിൽ PSC ചോദിക്കും, ശ്രീനഗറിനെയും കാർഗിൽ എവിടെയാ സുഹൃത്തുക്കളെ സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ ലഡാക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് ചിലപ്പോ PSC ചോദിക്കാം, ശ്രീനഗറിനെയും ലഡാക്കിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം എന്ന് ചോദിച്ചാലും സോജില ചുരം തന്നെയാണ് കേട്ടോ. കൺഫ്യൂഷൻ വേണ്ട. ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം എന്ന് ചോദിച്ചാലും ശ്രീനഗറിനെയും ലഡാക്കിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം എന്ന് ചോദിച്ചാലും അത് സോജില ചുരമാണ്. ബീക്കൺ ഫോഴ്സ് ഓഫ് ബോർഡർ റോഡ് ഓർഗനൈസേഷൻ സോജില ചുരത്തിനെ പരിപാലിക്കുന്നത്. പഠിച്ചോളനെ, ബീക്കൺ ഫോഴ്സ് ഓഫ് ബോർഡർ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന സ്ഥാപനമാണ് സോജില ചുരത്തിനെ പരിപാലിക്കുന്നത്. അതിനുള്ള കാരണം നമുക്ക് എന്തെന്ന് വഴിയെ പഠിക്കാം കേട്ടോ. ലഡാക്കിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന ദേശീയപാത 1 കടന്നു പോകുന്ന ചുരം സോജില ചുരം വഴിയാണ്. പഠിക്കുക, ലഡാക്കിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന ദേശീയപാത 1 അല്ലെങ്കിൽ നാഷണൽ ഹൈവേ 1 കടന്നു പോകുന്നത് സോജില ചുരം വഴിയാണ്. ഇത് തന്നെയാണ് ബീക്കൺ ഫോഴ്സ് ഓഫ് ബോർഡർ റോഡ് ഓർഗനൈസേഷനെ ഈ ചുരം പരിപാലിക്കുന്നതിന് വേണ്ടിയിട്ട് ഏൽപ്പിച്ചതിന്റെ കാരണവും കേട്ടോ. ശൈത്യകാലങ്ങളിൽ കനത്ത മഞ്ഞുവീഴ്ചയുണ്ടാകുന്ന ഈ പ്രദേശം ഹിമപാതങ്ങളുടെ ചുരം എന്ന പേരിൽ അറിയപ്പെടുന്നു. ശൈത്യകാലങ്ങളില് കനത്ത മഞ്ഞുവീഴ്ചയുണ്ടാകുന്ന ഈ പ്രദേശം ഹിമപാതങ്ങളുടെ ചുരം എന്ന പേരിൽ അറിയപ്പെടുന്നു. 1ാം കാശ്മീർ യുദ്ധസമയത്ത് 1948 ഗിൽജിത്ത് വിമതർ സോജില ചുരം പിടിച്ചെടുത്തു. 1ാം കാശ്മീർ യുദ്ധസമയത്ത് 1948 ഗിൽജിത്ത് വിമതർ എന്ത് ചെയ്തു? സോജില ചുരം പിടിച്ചെടുത്തു. ഗിൽജിത്ത് വിമതരിൽ നിന്നും സോജില ചുരം പിടിച്ചെടുത്ത ഇന്ത്യൻ കരസേനയുടെ ദൗത്യം അറിയപ്പെടുന്ന പേരാണ് ഓപ്പറേഷൻ ബൈസൺ. പഠിച്ചോളനെ, ഗിൽജിത്ത് വിമതരിൽ നിന്നും സോജില ചുരം പിടിച്ചെടുത്ത ഇന്ത്യൻ കരസേനയുടെ ദൗത്യം അറിയപ്പെടുന്ന പേരാണ് ഓപ്പറേഷൻ ബൈസൺ എന്ന് പറയുന്നത്. ഓപ്പറേഷൻ ബൈസണിലൂടെ 1948 നവംബർ 1 സോജില ചുരം തിരിച്ചു പിടിച്ചു. ഓപ്പറേഷൻ ബൈസണിലൂടെ 1948 നവംബർ മാസം 1 സോജില ചുരം തിരിച്ചു പിടിച്ചു. സോജില തുരങ്കത്തിന്റെ പണി ആരംഭിച്ച വർഷം 2018. 2024 തീരുമെന്നാണ് കരുതിയത്. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സോജില തുരങ്കത്തിന്റെ പണി ആരംഭിച്ച വർഷം 2018. പഠിക്കുക. അപ്പോ ഇത്രയുമായിരുന്നു നമ്മളിന്ന് പറഞ്ഞത്. ഇനി ലാസ്റ്റ് ഈ 4 പ്രധാനപ്പെട്ട ചുരങ്ങളും അത് ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങളും പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു കോഡ് കൂടി പറഞ്ഞ് നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കാം. സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചിരിക്കുക. ലിപു ലേക്ക് ചുരം ആദ്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ള ഏതാണ്? ലിപു ലേക്ക് ചുരമാണ്. അത് ഏതിനെയൊക്കെയാ ബന്ധിപ്പിക്കുന്നത്? ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ. സിമ്പിൾ ആയിട്ട് ഒരു കോഡ് പറഞ്ഞുതരാം, സുഹൃത്തുക്കൾ ഓർത്തിരുന്നാൽ മതി. സുഹൃത്തുക്കളെ, നമ്മൾ ടീ കുടിക്കുന്നത് എവിടം കൊണ്ടാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം എന്തെന്ന് പറയാം? ലിപ്പ് ഉപയോഗിച്ചാണെന്ന് പറയാം അല്ലെ. നമ്മള് ടീ കുടിക്കുന്നത് എവിടെ വെച്ചാണെന്നൊരു ചോദ്യം ചോദിച്ചാൽ അതിന്റെ ഉത്തരം നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? ലിപ്പ് വെച്ചാണെന്ന് പറയാൻ പറ്റും. അപ്പോ ടീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിബറ്റ്, ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരാഖണ്ഡ്, ലിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിപ്പിലേക്ക് ചുരം. അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്, ടീ കുടിക്കുന്നത് എവിടെ വെച്ചാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉത്തരം പറയണം ലിപ്പ് വെച്ചാണെന്ന്. ടീ എവിടെ വെച്ചാണ് കുടിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ഉത്തരം എന്താ പറയേണ്ടത്? ലിപ്പ് വെച്ചാണെന്ന് പറയണം. അപ്പോ ടീ എന്ന് പറഞ്ഞാൽ ടിബറ്റ്, ഉത്തരം എന്ന് പറഞ്ഞാൽ ഉത്തരാഖണ്ഡ്, ലിപ്പ് വെച്ചെന്ന് പറഞ്ഞാൽ ലിപ്പിലേക്ക് ചുരം. പഠിക്കുക. ഷിപ്കില ചുരം ഹിമാചൽ പ്രദേശ് ടിബറ്റിലാണ്. ഒന്നുമില്ല, ഷിപ്പിലിരുന്ന് ഹിമവാൻ ടീ കുടിച്ചു എന്നങ്ങ് പഠിക്കുക കേട്ടോ. ഷിപ്പിലിരുന്ന് ഹിമവാൻ ടീ കുടിച്ചു എന്നങ്ങ് പഠിക്കുക. ഷിപ്പിലിരുന്ന് ഹിമവാൻ ടീ കുടിച്ചു എന്നങ്ങ് പഠിക്കുക. അപ്പോൾ ഷിപ്കില ചുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ്. കോഡ് മറക്കില്ലല്ലോ. ഷിപ്പിലിരുന്ന ഹിമവാൻ
ടീ കുടിച്ചു എന്നങ്ങ് പഠിക്കുക. നദുല ചുരം ബന്ധിപ്പിക്കുന്നത് സിക്കിനെയും ടിബറ്റിനെയും തമ്മിലാണ്. നദുല ചുരം ബന്ധിപ്പിക്കുന്നത് സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിലാണ്. നാഥുവിന്റെ TC കിട്ടി എന്നങ്ങ് പഠിക്കുക. നാഥുവിന്റെ TC കിട്ടി എന്നങ്ങ് പഠിക്കുക. നാഥുവിന്റെ TC കിട്ടി എന്നങ്ങ് പഠിക്കുക. അപ്പൊ നദുല ചുരമാണെങ്കിൽ എവിടെയൊക്കെയാണ്? സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്. കോടെന്താ സുഹൃത്തുക്കളെ? നാഥുവിന്റെ TC കിട്ടി എന്നങ്ങ് പഠിക്കുക. ടിബറ്റും സിക്കിമും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചാൽ മതി കേട്ടോ. നദുല ചുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ്. അപ്പോൾ നമുക്ക് പറയാം നാഥുവിന്റെ TC കിട്ടി എന്നങ്ങ് പഠിക്കുക. നാഥുവിന്റെ TC കിട്ടി എന്നങ്ങ് പഠിക്കുക. അല്ലെങ്കിൽ നദുലന്റെ TC കിട്ടി എന്ന് പഠിച്ചാലും മതി. നാഥുവിന്റെ TC എന്നോ നദുലന്റെ TC എന്നോ നമുക്ക് പഠിക്കാം. കിട്ടി എന്നങ്ങ് പഠിക്കുക. അപ്പോൾ TC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ T എന്ന് പറഞ്ഞാൽ ടിബറ്റ്, C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിക്കിം, നാഥു അല്ലെങ്കിൽ നദുലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നദുല ചുരമാണ് പഠിക്കുക. സോജില ചുരം ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. സോജില ചുരം ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഒന്നുമില്ല, സോജിയുടെ കാറ് ശ്രീ വാങ്ങി എന്നങ്ങ് പഠിക്കുക. സോജിയുടെ കാറ് ശ്രീ വാങ്ങി എന്നങ്ങ് പഠിക്കുക. എന്താണ്? സോജിയുടെ കാർ ആര് വാങ്ങിച്ചു? ശ്രീ വാങ്ങിച്ചു എന്നങ്ങ് പഠിക്കുക. അപ്പൊ സോജി എന്ന് പറഞ്ഞാൽ സോജില ചുരം കിട്ടി. കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർഗില്, ശ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീനഗർ. ഈസി അല്ലേ സുഹൃത്തുക്കളെ? സോജിയുടെ കാറ് ശ്രീ വാങ്ങി എന്നങ്ങ് പഠിക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്ലാസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ LDC 100 Days ചലഞ്ച് അല്പം ഡീപ്പായിട്ടുള്ള ക്ലാസ് ആയിരുന്നു സുഹൃത്തുക്കളെ. അതുകൊണ്ട് നന്നായി ശ്രദ്ധിച്ചു തന്നെ സുഹൃത്തുക്കൾ പഠിക്കുക. ഒത്തിരി പോയിന്റ് PS ചോദിച്ചത് പ്രീവിയസ് ആയിട്ടുള്ളത് നമ്മളിവിടെ ചർച്ച ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് പഠിക്കുക. ടോപ്പിക്കുകൾ 3 ഉള്ളുവെങ്കിലും ഒത്തിരി പോയിന്റ്സ് അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിരുന്നു. അതുകൊണ്ട് സുഹൃത്തുക്കൾ പഠിക്കുക. ഇത്ര നേരം ഈ വീഡിയോ കണ്ട സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടൺ ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ സുഹൃത്തുക്കളെ നിങ്ങളിലെത്തുന്നതാണ്. സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം.